വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ വീക്കിലി സെക്ഷനിലേക്ക്, വീക്കിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഉഷാറാണ്, എനർജി ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ റെക്കോർഡാണ്, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് സോൾവ് ആയിട്ടില്ല നമ്മുടെ, പക്ഷെ അത് ഉടനെ തന്നെ സോൾവ് ആകും. അപ്പൊ നമ്മൾ ലൈവ് ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീക്കിലി പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം അല്ലെ. ഒന്നുകൂടി നല്ല ഉഷാറായിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അതൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി, അപ്പൊ ഉഷാറായിട്ട് കോഡും കാര്യങ്ങളും വെച്ച് കോഡുകളുടെ ഒരു പെരുമഴ തന്നെ ആയിക്കോട്ടെ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഫോളോ ചെയ്യാൻ എവിടെയെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ വീക്കിലി സെക്ഷൻ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. അപ്പൊ ഈ വീക്ക് പഠിച്ച കാര്യങ്ങളെയൊക്കെ, ജാനുവരി മാസത്തെ ഫസ്റ്റ് വീക്ക് പഠിച്ച കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരാജയങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും, പക്ഷെ നമ്മൾ ബെറ്റർ ആയിട്ട് വരും. ഓരോ പരാജയവും നമ്മളെ എന്താണ് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, വിജയത്തിലേക്ക് നമ്മളെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിജയത്തിന്റെ ഓരോ ചവിട്ടുപടികളാണ് ഓരോ പരാജയവും. അപ്പൊ അതിനെ എന്താണ്, ആ പരാജയത്തിൽ തളർന്നു പോകാതെ അല്ലെങ്കിൽ തകർന്നു പോകാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായ ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. സോ എവിടെയാണ് വേദിയായിട്ടുള്ളത്? 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി 64ാമതാണ് 2026. എവിടെയാണ്? നമ്മൾ പാട്ട് പാടി പഠിച്ചതാണ് അല്ലെ. എങ്ങനെയായിരുന്നു നമ്മുടെ പാട്ട്? പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെയാണടാ എവിടെ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? അത് ഇവിടെയാണടാ ഇവിടെ, ഇത് തൃശ്ശൂരാണടാ ഗടിയെ എന്ന് നമ്മൾ പാട്ട് പാടി പഠിച്ചു. തൃശ്ശൂരാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ സമാപനത്തിൽ 18ാം തീയതിയാണ് ഇതിന്റെ സമാപനം വരുന്നത്. സോ സമാപനത്തിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് മുഖ്യ അതിഥിയായിട്ട് എടുക്കുന്നത്. ഇനി 2025 സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ വെച്ചായിരുന്നു? അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അല്ലെ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ജേതാക്കൾ ആരായിരുന്നു? അതിന്റെ ജേതാക്കൾ നമ്മളെ തൃശ്ശൂരായിരുന്നു അല്ലെ. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കള് നമ്മുടെ സ്വന്തം തൃശ്ശൂരായിരുന്നു എന്നുകൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എക്സ്ട്രാ പോയിന്റ് കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സെറ്റാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2026 പുതുവർഷം മുതൽ യൂറോ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏത് രാജ്യമാണ്? അത് ബൾഗേറിയ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഏത് രാജ്യമാണ്? ബൾഗേറിയാണ്. യൂറോ എന്തായിട്ട് ഔദ്യോഗിക കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 ബൾഗേറിയ എന്താണ് പുത്തൻ പണക്കാരായി മാറി എന്ന് പറഞ്ഞല്ലേ. യൂറോ സോണിലേക്ക് വന്ന 21ാമത്തെ രാജ്യമായിട്ട് മാറി. ഈ യൂറോ സോൺ എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്യൻ കറൻസി അല്ലെ. കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് യൂറോ കറൻസി. എന്താണ് യൂറോയെ ഔദ്യോഗിക കറൻസി ആയിട്ട് എടുത്തിട്ടുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ യൂറോ സോൺ എന്ന് പറയുന്നത്. സോ ഈ യൂറോ സോണിലേക്ക് 21ാമത്തെ രാജ്യമായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? അത് ബൾഗേറിയ ആണ് വന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ പറഞ്ഞു. പുതുവർഷത്തിൽ പുത്തൻ പണക്കാരായി മാറിയിരിക്കുകയാണ് ബൾഗേറിയ എന്നാണ് നമ്മൾ പഠിച്ചത്. 2026 പുതുവർഷം മുതൽ യൂറോ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ബൾഗേറിയ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക്. 2025 ഡിസംബറിൽ അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാരാണ്? നമ്മൾ പഠിച്ചു 2025 അവസാന വർഷത്തിൽ അവസാനമായപ്പോൾ കാലൻ പുള്ളിക്കാരത്തിനെ കൊണ്ടുപോയെന്ന് നമ്മളാണ് കോഡിട്ട് പഠിച്ചതാണ്. അപ്പൊ ഖാലിദ സിയ എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മൾ എന്താ കോഡിട്ട് പഠിച്ചത്? അവസാന വർഷമായപ്പോ കോഡ് മാത്രമാണ് കേട്ടോ. കാലം കൊണ്ടുപോയെന്ന് പഠിച്ചല്ലേ. ഖാലിദ സിയ എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്നാണ് മരിക്കുന്നത്? 2025 ഡിസംബർ 30ാം തീയതിയാണ് ഖാലിദ സിയ അന്തരിക്കുന്നത്. അന്തരിച്ച ദിവസം ഓർത്ത് വെക്കണം. 2025 ഡിസംബർ 30ാം തീയതിയാണ്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഏതാണ് കാലഘട്ടം എന്ന് പറയുന്നത്? 1991 96ലും 2001 2006 കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയായിരുന്ന ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ഖാലിദ സിയ എന്ന് പറയുന്നത്. സോർത്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. എന്നാണ് അന്തരിക്കുന്നത്?
അന്തരിക്കുന്നത്? കാളിദാസിയ എന്നാണ് അന്തരിക്കുന്നത്? 2025 ഡിസംബർ 30 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റ്സ് നിർമ്മിക്കുന്ന പേവിഷ പ്രതിരോധ വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ റാബിറ്റിന് പേവിഷബാധ വന്നാൽ അഭയം ഏതാണ്? അഭയ് റാബിയാണെന്ന് നമ്മൾ കോഡ് പറഞ്ഞല്ലേ. അഭയം ഏതാണ്? പേവിഷ ബാധ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള അഭയം എപ്പോഴും ഏതാണ്? അഭയ് റാബിയാണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റ്സ് നിർമ്മിക്കുന്ന പേവിഷ പ്രതിരോധ വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്? അത് അഭയ് റാബിയാണ്. അല്ലെങ്കിൽ റാബിറ്റിന് അഭയം ഏതാണ്? റാബിറ്റിന് പേവിഷബാധ വന്നു കഴിഞ്ഞാൽ റാബിറ്റിന് അഭയം അഭയ് റാബിയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. നമ്മുടെ എന്താണ്? അഭയ് റാബിയാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത ടു ഗുവാഹത്തി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കൊൽക്കത്ത ടു ഗുവാഹത്തി ആണ് അല്ലെ രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് ഒരു തരംഗമായി ഹിറ്റായിട്ട് മാറിയ ഒന്നായിരുന്നു വന്ദേ ഭാരത് എന്ന് പറയുന്നത്. വന്ദേ ഭാരതത്തിന്റെ പകൽ സർവീസിന് പുറമെ രാത്രികാല സർവീസും കൂടി ആരംഭിച്ചിരിക്കുകയാണ്. സ്ലീപ്പർ ട്രെയിൻ കൂടി വന്നിരിക്കുകയാണ്. എവിടം തൊട്ട് എവിടം വരെയാണ് ഇതിന്റെ ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത്? കൊൽക്കത്ത ടു ഗുവാഹത്തി വരെയാണ് കേട്ടോ. കൊൽക്കത്ത ടു ഗുവാഹത്തി വരെയാണെന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ നമുക്ക്. ഇസ്രയേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഇസ്രയേൽ സമാധാന പുരസ്കാരം, സമാധാന സമ്മാനം ലഭിക്കുന്നത് ആർക്കാണെന്നുള്ളതാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ആർക്കാണ്? അത് ഡൊണാൾഡ് ട്രംപിനാണ് അല്ലെ. ഡൊണാൾഡ് ട്രംപിനാണ് ലഭിച്ചിട്ടുള്ളത് ഇസ്രയേലിന്റെ സമാധാന പുരസ്കാരം എന്ന് പറയുന്നത്. നോബൽ സമ്മാനം കിട്ടാതെ പോയി. 2 സമാധാനത്തിലുള്ള സമ്മാനങ്ങളും എന്താണ്? നമ്മുടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്തായാലും ട്രംപിന് കിട്ടിയില്ല. പക്ഷെ എന്താണ്? 2 സമാധാന സമ്മാനങ്ങളും ട്രംപ് മേടിച്ചു കഴിഞ്ഞു. ഒന്ന് ചങ്കിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം മേടിച്ചു. ആരാണ്? ഫിഫയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജിയാനി ഇൻഫാന്റിനോയുടെ കയ്യിൽ നിന്ന് എന്ത് മേടിച്ചു? ഫിഫയുടെ സമാധാന പുരസ്കാരം ട്രംപ് ഏറ്റുവാങ്ങി. ഇപ്പൊ ഇതാ ഇസ്രയേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഇസ്രയേൽ സമാധാന പുരസ്കാരവും ആർക്ക് ലഭിച്ചോ? ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുകയാണ്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പൊ എന്താണ് പുള്ളി ഈ ചടങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 8 യുദ്ധങ്ങൾ വരെ അവസാനിപ്പിച്ചു. ഇന്ത്യയും അതുപോലെ തന്നെ പാക്കുമായിട്ട് മെയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൽ ഒത്തുതീർപ്പാക്കിയത് ഞാനാണെന്നൊക്കെയുള്ള ആ ഒരു തള്ളിമറിക്കലൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്താണ്? ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഒരു 3ാം കക്ഷി ഇതിന്റെ അകത്ത് ഇടപെട്ടിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷെ ട്രംപ് സമാധാനത്തിന്റെ പുരസ്കാരം ഇസ്രയേലിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് തള്ളിമറിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഓർത്ത് വെച്ചേക്ക, ഫിഫയുടെ സമാധാന പുരസ്കാരം ട്രംപിനാണ് കിട്ടിയിട്ടുള്ളത്. ഇസ്രയേലിന്റെ എന്താണ്? സമാധാന പുരസ്കാരം ട്രംപിനാണ് കിട്ടിയിട്ടുള്ളത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാതെ പോയ വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി ആരാണ്? അത് മരിയ കൊരീന മച്ചാഡോയാണ്. വെനസ്വേലയുടെ എന്താണ്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ മരിയ കൊച്ചിനാണെന്ന് കൂടി ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അടുത്തതിലേക്ക് വന്നു നമുക്ക് 2025 വാക്കായിട്ട് മലയാള മനോരമ പത്രം തിരഞ്ഞെടുത്തത് എന്തിനെയാണെന്നാണ്. ജെൻസിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണ്? ജെൻസി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. തൂക്കി എന്ന് പറയുന്ന വാക്കിനെ തലനാരിഴയ്ക്ക് പിന്തള്ളിക്കൊണ്ടാണ് ജെൻസി എന്ന് പറയുന്ന വാക്കിനെ 2025 വാക്കായിട്ട് ആര് സെലക്ട് ചെയ്തത്? മലയാള മനോരമ പത്രം സെലക്ട് ചെയ്തിട്ടുള്ളത്. തൂക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വിജയിച്ചു കഴിഞ്ഞാൽ അത് അവൻ തൂക്കി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ തൂക്കി എന്ന് പറയുന്ന പദം. ഇതിനെ പിന്തള്ളിക്കൊണ്ടാണ് ജെൻസിയെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. മലയാള മനോരമ പത്രം സെലക്ട് ചെയ്തത്. അപ്പൊ ജെൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഇപ്പൊ ജെൻസി പ്രക്ഷോഭം ഒക്കെ കണ്ടു. ജനറേഷൻ സ്ലൈഡ് എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഷന്റെ മറ്റൊരു പതിപ്പാണ് ഏതെന്ന് പറയുന്നത്? ജെൻസി എന്ന് പറയുന്ന വാക്ക് അല്ലെ. ഷോർട്ടാണ് ജെൻസി എന്ന് പറയുന്നത്. നേപ്പാളിൽ നടന്ന ജെൻസി പ്രക്ഷോഭം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന വാക്കാണ് ജെൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2024 മികച്ച വാക്കായിട്ട് മലയാള മനോരമ ഏതാണെന്നറിയോ? നമ്മൾ കുറച്ച് പക്വമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അവൻ തന്ത വൈബാണെന്ന് പറയും അല്ലെ. കുറച്ച് പക്വതയോടെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുള്ളതാണ് അവൻ തന്ത വൈബാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 2024 മികച്ച വാക്കായിട്ട് നമ്മുടെ മലയാള മനോരമ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്ത വൈബാണ്. അതുപോലെ തന്നെ 2023 എന്താണ്? മാപ്രായ
നിർമ്മിത ബുദ്ധിയൊക്കെ ആയിരുന്നെങ്കിൽ 2022 മഞ്ഞക്കുറ്റി എന്നൊക്കെയായിരുന്നു എന്താണ് മികച്ച വാക്കായിട്ട് മലയാള മനോരമ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടി നിങ്ങളെ എന്താണ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്തിടെ കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ച അന്തർ സംസ്ഥാന നദീ സംയോജന പദ്ധതി ഏതാണെന്നാണ്? പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതിയാണ്. എന്തിനെയാണ് ഉപേക്ഷിച്ചത്? നമ്മുടെ കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന്, അടുത്തിടെ കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ച അന്തർ സംസ്ഥാന നദീ സംയോജന പദ്ധതിയാണ്. അതായത് തമിഴ്നാട്ടിനും എന്താണ് ഇതിന്റെ അകത്ത് തമിഴ്നാട്ടിനെയും കൂടി സംയോജിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ എന്താണ്, തമിഴ്നാട്ടിനെയും കൂടി സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടത്തില്ല എന്നൊക്കെ ഓർത്താ മതി. അപ്പൊ അച്ഛന് പമ്പയിൽ കുളിച്ച് കോവിലിൽ പോകാൻ വൈകും. അച്ഛൻ എന്താണ് പമ്പയിൽ കുളിച്ച് കോവിലിൽ പോകാൻ വൈകും. തമിഴ്നാട്ടുകാരെയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, അവരും ഇവിടെ കുളിക്കാനും എടുക്കാനൊക്കെ തുടങ്ങും. അപ്പൊ എന്താണ്, അച്ഛന് കോവിൽ പോകാൻ വൈകും. പമ്പയിൽ കുളിച്ച് അച്ഛന് കോവിൽ പോകാൻ വൈകും. അതുകൊണ്ട് എന്താണ്, അവരെ ഇതിൻ്റെ അകത്തേക്ക് സംയോജിപ്പിക്കേണ്ട. അവർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് എന്താണ് നദിയിലേക്ക് വരും. പിന്നെ നമുക്ക് എന്താണ് വൈകും, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ വേണ്ടിയിട്ട് വൈകും എന്ന് ഓർത്തു വെച്ചാൽ മതി. പമ്പ അച്ഛൻ കോവിൽ വൈപ്പാർ പദ്ധതിയാണെന്ന് ഓർത്ത് വെച്ചേക്ക. ജസ്റ്റ് കോഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കോഡിന് വേണ്ടിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക. അച്ഛന് പമ്പയിൽ കുളിച്ച് കോവിലിൽ പോകാൻ വൈകും, നദി സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റി ഉപേക്ഷിച്ച അന്തർ സംസ്ഥാന നദീ സംയോജന പദ്ധതിയാണ് പമ്പ അച്ഛൻ കോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തതിലേക്ക് വരാം. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് മധുവനം എന്ന് പറയുന്നതാണ്. വനത്തിലെ മധു അല്ലെങ്കിൽ മധുരം എന്താണ്, അത് തേനാണ് അല്ലെ. അപ്പൊ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ, അപ്പൊ തേനീച്ചകൾ ഉള്ളത് കൊണ്ട് വന്യജീവികൾ വരത്തുമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ തേനീച്ച കൂടിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് തേൻ വളർത്തലിനെയൊക്കെ അല്ലെങ്കിൽ തേനീച്ചകളെ വളർത്തുന്നത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നല്ല തേനും കിട്ടും. അപ്പൊ രണ്ടു ഗുണമുണ്ട്. തേനീച്ചകൾ ഉള്ളത് കൊണ്ട് വന്യജീവി വരത്തുമില്ല, നമുക്ക് തേനും കിട്ടും അല്ലെ, തേനീച്ച വളർത്തൽ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് മധുവനം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്ക, വനത്തിലെ മധുരം അല്ലെങ്കിൽ മധു എന്ന് പറയുന്നത് എന്താണ്, തേനാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് വരാൻ നമുക്ക്. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത് മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണെന്നുള്ളതാണ്. ആരാണ് ഈ ഇന്ത്യൻ വംശജൻ? അപ്പൊ ന്യൂയോർക്കില് സത്യപ്രതിജ്ഞ ചെയ്ത സൊറ പറയാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് സൊഹ്റാൻ മംതാനി ആണെന്ന് ഓർത്തു വെച്ചേക്ക. ന്യൂഇയറിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വരുന്നത്. ന്യൂയോർക്കില് സ്വറ പറഞ്ഞ് അധികാരത്തിൽ വന്ന മേയറാണ് ആരെന്ന് പറയുന്നത്, സൊഹ്റാൻ മംതാനി എന്ന് പറയുന്നത്. 112ാമത്തെ മേയർ ആണ് കേട്ടോ. എത്രാമത്തെയാണ്? 112ാമത്തെ മേയറാണ്. ആദ്യത്തെ മുസ്ലിം മേയറാണ്. ആദ്യത്തെ എന്താണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. സംവിധായക മീര നായരുടെ മകൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്, സൊഹ്റാൻ മംതാനി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോകരുത്. 112ാമത്തെ ഇന്ത്യൻ വംശജനായിട്ടുള്ള മേയറാണ്, ന്യൂയോർക്ക് സിറ്റിയുടെ ആണ് സൊഹ്റാൻ മംതാനി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ കരസേന ആയുധ പരിശീലനം നൽകിയ സംഘം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വില്ലേജ് ഡിഫൻസ് ഗാർഡ് ആണ്. ആരാണ്? വില്ലേജ് ഡിഫൻസ് ഗാർഡ് ആണ് ജമ്മു കാശ്മീരിലെ ഡോഡയിൽ കരസേന ആയുധ പരിശീലനം നടത്തിയ സംഘം എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരതയ്ക്കെതിരായി നാട്ടുകാരുടെ ചെറുത്തുനിൽപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ 90കളിലാണ് എന്ത് സ്ഥാപിക്കുന്നത്, ഈ വില്ലേജ് ഡിഫൻസ് ഗാർഡ് സ്ഥാപിക്കുന്നത്. അപ്പൊ ജമ്മു കാശ്മീരിൽ ഭീകരതയ്ക്കെതിരായിട്ടാണ് നാട്ടുകാരിൽ ചെറുത്തുനിൽപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സംഘത്തെ രൂപീകരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഡോഡയിലാണ്. അപ്പൊ അവിടുത്തെ വില്ലേജിലെ ആളുകളൊക്കെ ഡോൺ ആണെന്ന് ഓർത്താൽ മതി. അവർക്ക് ആയുധ പരിശീലനമൊക്കെ എന്താണ്, നമ്മുടെ കരസേന നൽകും എന്നുകൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കരസേന ആയുധ പരിശീലനമൊക്കെ നൽകി അവിടുത്തെ ആളുകളെ എന്താണ്, ഡോൺ ആക്കി മാറ്റും. വില്ലേജേഴ്സിനെ എങ്ങനെയാക്കി മാറ്റും, ഡോൺ ആക്കി മാറ്റും. അപ്പൊ വില്ലേജ് ഡിഫൻസ് ഗാർഡ് പഠിച്ചു വെക്കുക. കരസേനയുടെ ആയുധ പരിശീലനം ഏതാണ്, ഡോൺ ആണ്. ഡോണുകളാക്കി മാറ്റും അല്ലെ വില്ലേജേഴ്സിനെ. അപ്പൊ ഡോഡ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ സ്ഥലം കൂടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ. ജമ്മു കാശ്മീരിലെ ഡോഡയില് കരസേന
ആയുധ പരിശീലനം നൽകിയ സംഘമാണ് വില്ലേജ് ഡിഫൻസ് ഗാർഡ് എന്ന് പറയുന്നത്. സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. നമുക്ക് അടുത്തതിലേക്ക് നമ്മൾ വന്നു. 2026 ജാനുവരി 2 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജയന്തിയാണ് ആചരിച്ചത്? അത് 149ാമത്തെ ജയന്തിയായിരുന്നു ആചരിച്ചത്. 2026 ജാനുവരി 2 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജയന്തിയാണെന്ന് ചോദിച്ചാൽ 149ാമതായിരുന്നു. നമുക്കറിയാം നായർ സർവീസ് സൊസൈറ്റി അല്ലെ, NSS സ്ഥാപിക്കുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1914 എന്ത് സ്ഥാപിക്കുന്നത്? NSS സ്ഥാപിക്കുന്നത്. NSS സ്ഥാപിച്ചത് ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണെന്ന് ഓർത്തു വെച്ചേക്ക്. 1914 NSS രൂപീകൃതമാകുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അദ്ദേഹം എന്ത് വാങ്ങിയിട്ടുണ്ട്? പത്മഭൂഷൺ വാങ്ങിയിട്ടുണ്ട്. 1966 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി നമ്മുടെ പ്രസിഡന്റ് ആദരിച്ചിട്ടുണ്ട്. പിന്നീട് എന്ത് നൽകി? ഭാരത കേസരി പദവിയും നൽകി ആദരിച്ചു അല്ലെ. നമ്മുടെ പ്രസിഡന്റ് പത്മഭൂഷൺ നൽകി 1966 ആദരിച്ചു. അതുപോലെ തന്നെ ഭാരത കേസരി പദവിയും നൽകി ആദരിച്ച വ്യക്തിയാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ. മന്നത്ത് പത്മനാഭൻ നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ ഭാഗത്ത് നിങ്ങളോടൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 149ാമത്തെ ജയന്തിയാണ് മന്നം ജയന്തിയാണ് നമ്മൾ ആചരിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം ആചരിച്ചത് 149ാമത്തെയാണെന്ന് പഠിച്ചു വെക്കണം. ചോദ്യം വരും. ഇത്തരത്തിലുള്ള മേഖലയൊക്കെ PSCക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്തെ ഒന്നാമതെത്തിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. അത് ഇന്ത്യയാണ് കേട്ടോ. ലോകത്ത് ഒന്നാമതെത്തിയത് ആരാണ്? ഇന്ത്യയാണെന്ന് ഓർത്തു വെക്കുക. അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളിക്കൊണ്ട് ലോകത്ത് ഒന്നാമതെത്തിയിരിക്കുന്ന രാജ്യം ഏതാണ്? അത് സ്വന്തം ഇന്ത്യയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അത് പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദനം നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇനി കേന്ദ്ര നെല്ല് ഗവേഷണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്ക് ആണെന്ന് കൂടി ഓർത്തു വെച്ചേക്കണം. അപ്പൊ എന്താണ്? അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ആര് കുതിച്ചു വന്നിരിക്കുകയാണ്? ഇന്ത്യ കുതിച്ചുയർന്നിരിക്കുകയാണ്. സോ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. സ്ത്രീ ശാക്തീകരണം സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് കനൽ എന്ന് പറയുന്നതാണ് അല്ലെ. എന്തുകൊണ്ടാണ് കനൽ ന്യൂസുകളിൽ ഇപ്പൊ ഇടം പിടിച്ചിട്ടുള്ളതെന്നറിയോ? കനലിന്റെ ഭാഗമായി, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ബോധവൽക്കരണ ക്ലാസുകൾ ക്യാമ്പസുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെ. കനൽ എന്ന് പറയുന്ന പദ്ധതിയെ ക്യാമ്പസുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. NSSന്റെയും NCCയുടെ ഒക്കെ നേതൃത്വത്തിൽ എന്താണ്? ബോധവൽക്കരണ ക്ലാസുകളാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത്. സോ പഠിച്ചു വെച്ചേക്കണം. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി, നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. കനലിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കൈപ്പുസ്തകമുണ്ട്. ഇവർ പുറത്തിറക്കിയ ഒരു കൈപ്പുസ്തകത്തിന്റെ പേരാണ് പറയാം പരിഹരിക്കാം എന്ന് പറയുന്നത്. അതുകൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട്, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ഒരു കൈപ്പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പറയാം പരിഹരിക്കാം എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഗാൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറക്കുന്ന സിനിമയുടെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അല്ലെ. ഇതിന്റെ അകത്തെ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷമാണ് ഈ ഗാൽവാൻ സംഘർഷം എന്ന് പറയുന്നത്. സോ ഇത് പ്രമേയമാക്കി നമ്മുടെ സൽമാൻ ഖാൻ മുഖ്യ വേഷത്തിൽ എത്തുന്നതാണ് ഏത് സിനിമ എന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന് പറയുന്നത്. എന്താണ്? ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന് പറയുന്നതാണ് ഈ ഒരു മൂവിയുടെ പേരെന്ന് പറയുന്നത്. ഏത് സംഘർഷമാണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഗാൽവാൻ സംഘർഷം പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങുന്ന സിനിമയാണ് ഏതെന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന് പറയുന്നത്. ഇനി ഈ സിനിമയുടെ സംവിധാനം ആരാണെന്നാണ്. അത് അപൂർവ ലഖിയ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. അപൂർവമാണ് ഈ സിനിമയൊക്കെ. അപ്പൊ സംവിധാനം ആരാണ്? അപൂർവ ലഖിയ എന്ന് പറയുന്നതാണ് ഇതിന്റെ സംവിധാനം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. സൽമാൻ ഖാൻ ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ പേരെന്ന് പറയുന്നത്. എന്താണ്? ബാറ്റിൽ ഓഫ് ഗാൽവാൻ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഗാൽവാൻ സംഘർഷമാണ് ഇതിന്റെ അകത്തെ പ്രമേയം എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന സംഘർഷമാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റതാണ്. അത് നാഗേഷ് കപൂർ ആണ്. നർമ്മദേശ്വര തിവാരി അതായത് വിരമിച്ച ഒഴിവിലേക്കാണ് ആര് വരുന്നത്? നാഗേഷ് കപൂർ വരുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് ആരാണ്? അത് നാഗേഷ്
നാഗേഷ് കപൂർ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നർമ്മദേശ്വർ തിവാരി എന്താണ് വിരമിച്ച ഒഴിവിലേക്കാണ് നമ്മുടെ നാഗേഷ് കപൂർ കടന്നു വരുന്നത്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നാഗേഷ് കപൂർ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ നിലയങ്ങളുടെ പട്ടിക കൈമാറിയിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. എന്തിനാണ് ഈ പട്ടിക കൈമാറിയിരിക്കുന്നത്? 3 പതിറ്റാണ്ട് പിന്നിട്ട കരാർ പ്രകാരമുള്ള നടപടിയാണിതെന്ന് പറയുന്നത്. അപ്പൊ ഇരുവരും എന്താണ്, ഇരു രാജ്യങ്ങളും അവരുടെ ആണവ നിലയങ്ങളെ ആക്രമിക്കരുത് എന്നാണ് ഇതിന്റെ അകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഭാഗമായിട്ട് 1988 ഡിസംബർ 31 ഒപ്പുവെച്ച കരാർ എന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്? 1991 ജാനുവരി 27 ഈ ഒരു കരാറ് പ്രാബല്യത്തിൽ വരുന്നത്. ഇത് 35ാമത്തെ തവണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ പട്ടിക കൈമാറുന്നത്. ആണവ നിലയങ്ങളുടെ ഒരു പട്ടികയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറിയിട്ടുള്ളത്. സോ ഇരു രാജ്യങ്ങളും എന്താണ്, അവരവരുടെ ആണവ നിലയങ്ങളെ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പട്ടികയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആണവ നിലയങ്ങളുടെ പട്ടിക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരിക്കുന്നത് എന്നൊരു കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് വരാം. പിന്നെ നമ്മൾ പഠിച്ചതാണ് UN 2025 UN ഏതൊക്കെ വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നതെന്ന്. 2025 UN ഏതൊക്കെ വർഷങ്ങളായിട്ടാണ് ആചരിച്ചതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 UN ഏതൊക്കെ വർഷങ്ങളായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. റേഞ്ച് ലാൻഡ്, അതായത് പുൽമേടുകൾ അല്ലെ, റേഞ്ച് ലാൻഡ്സ് പുൽമേടുകളും അതുപോലെ തന്നെ പാസ്റ്ററലിസ്റ്റുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആട്ടിടയന്മാർ അല്ലെങ്കിൽ ഇടയന്മാരാണ് അല്ലെ, മേച്ചിമ്പുറങ്ങൾ മേയ്ക്കുന്ന അല്ലെങ്കിൽ ആട്ടിടയന്മാരെന്ന് നമ്മൾ പറയും. അവരുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് 2026 നമ്മൾ ആചരിക്കാൻ പോകുന്നത്. അപ്പൊ പുൽമേടുകളുടെയും ആട്ടിടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമായിട്ടും സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടുമാണ് നമ്മൾ 2026 ഏറ്റെടുത്തിട്ടുള്ളത്. UN ആചരിക്കാൻ പോകുന്നത്. UN 2026 ഏതൊക്കെ വർഷമായിട്ടാണ്? 3 പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്. ഒന്ന് പുൽമേടുകളുടെയും ആട്ടിടയന്മാരുടെയും വർഷമായിട്ട്, അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ട്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടും ആചരിക്കാൻ പോവുകയാണ്. ഇതിന് നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ പുൽമേടുകളിലെ ആട്ടിടയന്മാര് ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി സന്നദ്ധ പ്രവർത്തനമാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പുൽമേടുകളിൽ ആടുമായിട്ട് എത്തുന്ന നമ്മുടെ ആട്ടിടയന്മാരുടെ ഭാര്യമാര് നല്ല കർഷകരായിരിക്കും. അപ്പൊ വനിതാ കർഷകരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ഭാര്യമാരെയും കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് UN ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒറ്റ ഇതില് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. 2026 UN ഏതൊക്കെ വർഷമായിട്ട് ആചരിക്കുന്നതെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ DRDO വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗ്ലൈഡ് റോക്കറ്റ് ഏതാണെന്നാണ്. DRDO വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗ്ലൈഡ് റോക്കറ്റ് ആണ് പിനാക എന്ന് പറയുന്നത്. എന്താണ്? പിനാക എന്ന് പറയുന്നതാണ് ആ ഒരു ഗ്ലൈഡ് റോക്കറ്റ് എന്ന് പറയുന്നത്. പിനാകയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 120 കിലോമീറ്റർ ദൂരത്തിലേക്ക് ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് അതിനെ തകർക്കാൻ, ലക്ഷ്യം തകർക്കാൻ സാധിക്കുന്നതാണ് ഈ പിനാക എന്ന് പറയുന്ന റോക്കറ്റ്. ശത്രുവിനെ 120 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ പോലും എന്താണ് ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിക്കാൻ കഴിയുന്നതാണ് പിനാക എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൈഡ്, ലോങ് റേഞ്ച് ഗ്ലൈഡ് റോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ DRDO ആണ് വികസിപ്പിച്ചിട്ടുള്ളത്. ഒഡീഷയിലെ ചന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന പരീക്ഷണം നടത്തിയത്. പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിനാക എന്ന് പറയുന്നതാണ് അല്ലെ, പിനാക എന്ന് പറയുന്നതാണ് DRDO വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗ്ലൈഡ് റോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെറും ഒരു റോക്കറ്റ് എന്നതിനേക്കാൾ ഉപരി ലക്ഷ്യത്തിന്റെ പിന്നാലെ ചെന്ന് ലക്ഷ്യം തകർക്കുവാനുള്ള, ഏത് ശത്രുവിനെ തകർക്കാനുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള ആയുധമാണ് ഏതെന്ന് പറയുന്നത്, പിനാക എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാർഗിൽ യുദ്ധ സമയത്ത് എന്താണ് നമ്മുടെ മലനിരകളിൽ ഒളിച്ചിരുന്ന ശത്രുക്കളെ എന്താണ് തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിച്ചിട്ടുള്ള, അന്നും എന്താണ് രാജ്യം മുഴുവൻ പിനാക്കയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിളിച്ചോതിയതാണ്. പിന്നീട് കാലം മാറിയ സമയത്ത് എന്താണ് ശത്രുവിന്റെ താവളങ്ങളൊക്കെ ദീർഘദൂരത്തേക്ക് വ്യാപിപ്പിച്ചു, അല്ലെങ്കിൽ ദീർഘദൂരത്തേക്ക് മാറ്റപ്പെട്ടു. അവിടേക്ക് എത്തി എന്താണ് ആ ലക്ഷ്യത്തെ വരെ തകർക്കാൻ കഴിയുന്ന പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളോട് കൂടി എന്താണ് 120 കിലോമീറ്റർ വരെ സഞ്ചരിച്ചു ചെന്ന് ലക്ഷ്യം തകർക്കാൻ സാധിക്കുന്ന പുതിയ ഗ്ലൈഡ് ദീർഘദൂര ഗ്ലൈഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുകയാണ് DRDO. അത് പിനാക്കയാണ്.
അല്ലെ, നമ്മുടെ പിനാക്കയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അതിന്റെ പരീക്ഷണം വിജയകരമായിട്ട് നടന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്താണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പ്രതിരോധ രംഗത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നായിട്ടും തദ്ദേശീയമായിട്ടൊക്കെ പ്രതിരോധത്തിന് വേണ്ടി എന്താണ് അങ്ങനെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ തദ്ദേശീയമായിട്ടൊക്കെ ഓരോ എന്താണ് ഗ്ലൈഡ് റോക്കറ്റും മിസൈലും കാര്യങ്ങളും ഒക്കെ എന്താണ് വികസിപ്പിച്ച് നമ്മുടെ പ്രതിരോധ മേഖല എന്ന് പറയുന്നത് വലിയൊരു എന്താണ് പ്രതിരോധ മേഖലയായിട്ട് മറ്റു രാജ്യങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മുട്ടി നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതിരോധ മേഖലയെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ ഇന്ത്യക്ക് സാധിക്കട്ടെ അല്ലെ, മറ്റു രാജ്യങ്ങൾക്ക് ഒരു പേടി ഉണ്ടാകട്ടെ ഇന്ത്യയില്. ഓക്കെ, അപ്പൊ ഇന്ത്യയെ തൊടാൻ വേണ്ടിയിട്ട് ഒരു പേടി ഉണ്ടാവട്ടെ. ഓക്കെ, അടുത്തതിലേക്ക് വരാൻ നമുക്ക്. പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി എവിടെയാണെന്നാണ്. അത് എവിടെയാണ്? കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയാണ് അല്ലെ. അഞ്ചരക്കണ്ടിയാണ് പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന് വേദിയാകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ദിനാചരണം നടത്തുന്നത് ജാനുവരി 4-നായിരുന്നു അല്ലെ. ജാനുവരി 4-നാണ് പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടി, കണ്ണൂരാണ് ഇതിന് വേദിയായിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും അഞ്ചരക്കണ്ടി വേദിയായിട്ടുള്ളതെന്ന് അറിയോ? അത് നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഓഫീസ് നിലവിൽ വന്നത് 1865, അതും ഒരു 5 ആണ് അല്ലെ. നിലവിൽ വന്നത് അഞ്ചരക്കണ്ടി ഒരു 5, അതായത് വർഷത്തിന്റെ അവസാനം ഒരു 5 ഉണ്ട്. 1865. 1865 അഞ്ചരക്കണ്ടിയിലാണ്, കണ്ണൂരിലാണ് എന്ത് വരുന്നത്? ആദ്യത്തെ രജിസ്ട്രേഷൻ ഓഫീസ് നിലവിൽ വരുന്നത്. സോ ആദ്യത്തെ രജിസ്ട്രേഷൻ നടക്കുന്നത് എപ്പോഴാണ്? 1867 ജാനുവരി 4. ഈ ജാനുവരി 4 നമ്മൾ രജിസ്ട്രേഷൻ ദിനാചരണത്തിന് വേണ്ടി സെലക്ട് ചെയ്ത ദിവസം എന്ന് പറയുന്നത്. ഇനി ഈ ആദ്യത്തെ രജിസ്ട്രേഷൻ നടക്കുന്ന വർഷം എന്നാണ്? 1867 രജിസ്ട്രേഷൻ എഴുതി എന്ന് ഓർത്താ മതി. 7 ഓർത്ത് വെക്കണം കേട്ടോ. 1867, 1865, ആ 5-ൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യണം. എവിടെയാണ് രജിസ്ട്രേഷൻ ഓഫീസ്? ആദ്യത്തെ രജിസ്ട്രേഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഓഫീസ് വന്നത് 5-ൽ നിന്ന് കണക്ട് ചെയ്തോളുക. അഞ്ചരക്കണ്ടിയാണ് അല്ലെ. 1865 വന്നിട്ടുള്ളത്. എഴുതി 1867 ആദ്യത്തെ രജിസ്ട്രേഷൻ എഴുതുന്നത്. ഇനി ജാനുവരി 4 ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നത്. ആ ജാനുവരി 4 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിനാചരണം നടത്തുന്നത്. സോ അഞ്ചരക്കണ്ടി, കണ്ണൂരാണ് അതിന്റെ വേദിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് നമ്മൾ വന്നു. ഉറക്കക്ഷീണം കണ്ടെത്താനും AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിന് ദേശീയ പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് ഏതെന്ന് പറയുന്നത്? മഹാത്മാഗാന്ധി സർവകലാശാല. ഉറക്കക്ഷീണം കണ്ടെത്താനുള്ള AI സാങ്കേതിക വിദ്യ, അതായത് റോഡ് അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വാഹനങ്ങളിൽ ഡ്രൈവർമാരുടെ എന്താണ് ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നതിനുള്ള AI സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചത്. സോ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് ദേശീയ പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്താ മതി. വണ്ടി ഓടിക്കുന്ന സമയത്ത് MGRന്റെ സോങ് ഒക്കെ കേട്ട് ഉറങ്ങി അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ AI സാങ്കേതിക വിദ്യ എന്താണ്? അത് കണ്ടെത്താൻ വേണ്ടി പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല, അതായത് AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ട്. ഏത് സർവകലാശാലയിലെ ആളുകള്? മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ആളുകൾ. അപ്പൊ MGRന്റെ സോങ് ഒന്നും കേട്ട് ഇനി ഉറങ്ങല്ല. വണ്ടി ഓടിക്കുന്നവര് വളരെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി പ്രൊഫസർ പുഷ്പലത KP അതുപോലെ തന്നെ ഡോക്ടർ വിനീത വിജയൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സംവിധാനത്തിന് നൽകിയ പേരെന്താണെന്നറിയോ? ഈ ഒരു AI സാങ്കേതിക വിദ്യക്ക് നൽകിയ പേരാണ്, ഈ ഒരു സിസ്റ്റത്തിന് നൽകിയ പേരാണ് ഡൗസിനസ് ഡിറ്റൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഡൗസിനസ് ഡിറ്റൻഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഈ ഒരു സാങ്കേതിക അല്ലെങ്കിൽ ഈ ഒരു നിർമ്മിത സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത്, അല്ലെ AI സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, MG സർവകലാശാലയ്ക്കാണ് ഇതിന്റെ പേറ്റന്റ് ലഭിച്ചിട്ടുള്ളത്. ഉറക്കക്ഷീണം കണ്ടെത്താനുള്ള AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിന് ദേശീയ പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല എന്ന് പറയുന്നത്. MG സർവകലാശാലയിലെ ആരാണ്? പുഷ്പലത KP അതുപോലെ തന്നെ ഡോക്ടർ വിനീത വിജയൻ എന്നിവർ ചേർന്നാണ് ഈ ഒരു സംവിധാനം നിർമ്മിച്ചിട്ടുള്ളത്. ഈ സംവിധാനത്തിന് നൽകിയ പേരെന്താണ്?
എന്നിവർ ചേർന്ന് നിർമ്മിച്ച സംവിധാനത്തിന് നൽകിയ പേരാണ് എ ഡൗസിനസ് ഡിറ്റൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡൗസിനസ് ഡിറ്റൻഷൻ സിസ്റ്റം. അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. അടുത്തതിലേക്ക് നമ്മൾ വന്നു. റെയിൽവേ മ്യൂസിയം ആക്കാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകം ഏതാണെന്നാണ്. കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ഏതെന്ന് പറയുന്നത്. റെയിൽവേ മ്യൂസിയം ആക്കാൻ മാറ്റാൻ പോകുകയാണ്. നമ്മുടെ ടൂറിസം പദ്ധതിയുടെയൊക്കെ ഭാഗമായിട്ട് റെയിൽവേ മ്യൂസിയം ആക്കി മാറ്റാൻ പോകുന്ന നമ്മുടെ കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ഏതെന്ന് പറയുന്നത്. നമ്മുടെ ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. ഈ ചീനക്കൊട്ടാരം അറിയോ? തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാളുണ്ട് അല്ലെ. ശ്രീമൂലം തിരുനാള് മദ്രാസിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, കൊല്ലം വഴിയൊക്കെ പോകുന്ന സമയത്ത് വിശ്രമിക്കാൻ ഉണ്ടാക്കിയ ഒരു കൊട്ടാരമായിരുന്നു ഏതെന്ന് പറയുന്നത്. ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ വല്ല ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വല്ല കടയിലോ ചായ കുടിക്കാൻ എന്നുള്ള വ്യാജേനയൊക്കെ പോയിരുന്ന് വിശ്രമിക്കും. പക്ഷെ രാജാക്കന്മാരാകുമ്പോ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ വിശ്രമിക്കാൻ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിക്കാമല്ലോ. അപ്പൊ മദ്രാസിലേക്ക് എന്താണ് ശ്രീമൂലം തിരുനാൾ പോകുന്ന സമയത്ത് എന്താണ് ഇടക്ക് വിശ്രമിക്കാൻ വേണ്ടി കൊല്ലത്തെത്തുന്ന സമയത്ത്, കൊല്ലം വഴിയാണ് പോകുന്നത്, ആ സമയത്ത് എന്താണ് വിശ്രമിക്കാൻ വേണ്ടി പണി തീർത്ത കൊട്ടാരമാണ് ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. എന്താ അല്ലെ? തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ശ്രീമൂലം തിരുനാള് നിർമ്മിച്ച കൊട്ടാരമാണ് ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. ഈ ചീനക്കൊട്ടാരം എന്തായിട്ട് മാറാൻ പോവുകയാണ്? റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുകയാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ഈ ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അടുത്തത് 2026 ജാനുവരി 4 ആചരിക്കുന്ന പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ലോക ബ്രെയിൻലി ദിനം അല്ലെ. ബ്രെയിൻലി ദിനം എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയില്ലാത്ത ആളുകൾക്ക്, അന്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുത്തിന്റെയും വായനയുടെയും ലോകം എന്താണ്? അന്യമായിരുന്നു അല്ലെ. അവരെ എഴുത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരു ബ്രെയിൻലി ലിപിയാണ്. 6 ഡോട്ട് ഉള്ള ഒരു ലിപിയാണ് ഏതെന്ന് പറയുന്നത്. ബ്രെയിൻലി ലിപി എന്ന് പറയുന്നത്. ലൂയിസ് ബ്രെയിൻ ആണ് ഈ ബ്രെയിൻലി ലിപി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജാനുവരി 4 നമ്മള് ബ്രെയിൻലി ദിനമായിട്ട് ആചരിക്കുന്നു. സോ ലോക ബ്രെയിൻലി ദിനം എന്താണ്? ജാനുവരി 4 മ്യാൻമറിന്റെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്. അതും ജാനുവരി 4 ഒരു ജാനുവരി 4 ആരിൽ നിന്ന്? ബ്രിട്ടീഷിൽ നിന്ന്. ആർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? മ്യാൻമറിന്. പഴയ ബർമ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മ്യാൻമറിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. സോ ജാനുവരി 4 എന്താണ്? മ്യാൻമറിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ ലോക ഹിപ്നോട്ടിസം ദിനവും ജാനുവരി 4 ലോക ബ്രെയിൻലി ദിനം, മ്യാൻമറിന്റെ സ്വാതന്ത്ര്യ ദിനം, ലോക ഹിപ്നോട്ടിസം ദിനം എന്നിവ എന്നാണ്? ജാനുവരി 4 ഓർത്തു വെച്ചേക്കണം. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. 2025 ഏഷ്യൻ പ്രൈസ് അർഹനായ അഞ്ജന മേനോൻ രചിച്ച കൃതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2025 ഏഷ്യൻ പ്രൈസിന് അർഹയായിട്ടുള്ള അഞ്ജന മേനോൻ രചിച്ച കൃതിയാണ്. നമ്മൾ ഒരു AI പിക്ചറിന്റെ സഹായത്തോടെ പഠിച്ചതാണ്. ഏഷ്യൻ പ്രൈസിന് അഞ്ജന മേനോന്റെയാണ്. 5 ആനയല്ലേ, റോസ് തലയിൽ വെച്ച ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ കാണിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇതാണ് റോസമ്മ എന്ന് പറഞ്ഞു. റോസമ്മയുടെ ബോയ് ആയിട്ട് താഴെ 5 ആനകളെയും നമ്മൾ AI പിക്ചറിനകത്ത് കാണിച്ചായിരുന്നു അല്ലെ. അപ്പൊ റോസമ്മയുടെ 5 ബോയ് ആണ് ആനകൾ എന്ന് പറയുന്നത്. സോ അഞ്ജന മേനോന്റെ 5 ആന, അഞ്ജന മേനോന്റെ ആ കൃതി ഏതാണ്? ഏഷ്യൻ പ്രൈസ് ലഭിച്ച ചെറുകഥയാണ് ഏതെന്ന് പറയുന്നത്. റോസമ്മാസ് ബോയി എന്ന് പറയുന്നത്. ഏതാണ്? റോസമ്മ ബോയി എന്ന് പറയുന്നത്. റോസമ്മാസ് ബോയി എന്ന് പറയുന്നത് കേട്ടോ. 2025 ഏഷ്യൻ പ്രൈസിന് അർഹനായ അഞ്ജന മേനോൻ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് റോസമ്മാസ് ബോയി എന്ന് പറയുന്നതാണ്. ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നാൽ അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലയുടെ പ്രസിഡന്റ് ആരാണ്? നമ്മൾ പറഞ്ഞു ട്രംപ്. നമ്മുടെ വെനസ്വേലയിലെ കാരക്കാസ്, വെനസ്വേലയുടെ തലസ്ഥാനം ഏതാണ്? കാരക്കാസ് ആണ് അല്ലെ. കാരക്കാസിലേക്ക് ചെന്ന് നുഴഞ്ഞ് അല്ലെങ്കിൽ അവിടെ ഇടിച്ചു കയറിക്കൊണ്ട് അവിടെ ചെന്ന് എന്താണ്? അവിടെ ചെന്ന് ഒരു കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ, നമ്മുടെ വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന കാര്യം, അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന കാര്യം നമ്മൾ പഠിച്ചതാണ്. പുള്ളി തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. ഞാൻ വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ള കാര്യം ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചതും. അപ്പൊ അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരെയാണ്? നിക്കോളാസ് മഡുറോയെയാണ് തടവിലാക്കിയിട്ടുള്ളത്. കൊണ്ട് രാജ്യത്തിന് പുറത്തേക്ക് ട്രംപ് എന്താണ് പിടിച്ചുകൊണ്ട് വന്നത്? നിക്കോളാസ് മഡുറോയെയാണ്. നമ്മള് ആ ഒരു പിക്ചറൊക്കെ കാണിച്ചു പറഞ്ഞു, നീ കൊള്ളാലോടാ മഡു എന്ന്
നമ്മുടെ ട്രംപ് നിക്കോളാസ് മഡുറോയിനെ നോക്കി ചോദിക്കുന്നതും അപ്പൊ മഡുറോ എന്താണ് എടാ വിടടാ എന്നെ എണ്ണക്കള്ള എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വെനസ്വേലയിൽ എന്താണ് ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ എണ്ണ ശേഖരമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ വെനസ്വേല എന്ന് പറയുന്നത്. സോ അവിടുത്തെ എണ്ണ ശേഖരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ട്രംപിന്റെ നീക്കങ്ങളെന്നും അതുപോലെ തന്നെ അപ്പം ട്രംപ് പറഞ്ഞു വെക്കുന്ന വാദങ്ങൾ നമ്മൾ പറഞ്ഞു. വെനസ്വേലയിൽ നിന്ന് അമിതമായിട്ട് മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് നമ്മൾ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോകുന്നതെന്ന അമേരിക്കയുടെ ട്രംപിന്റെ വാദത്തെ എതിർത്തുകൊണ്ട് മഡുറോ പറഞ്ഞത് എന്താണ്? അതൊന്നുമല്ല കാര്യം, ഞങ്ങളുടെ രാജ്യത്തെ എണ്ണ ശേഖരം കണ്ടുവെച്ചുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ കാണിച്ചതെന്നാണ് നമ്മുടെ മഡുറോ പറയുന്നത്. എനിവേ എന്താണെങ്കിലും ട്രംപ് ആണ് പിടിച്ചോണ്ട് വന്നത് കേട്ടോ, വെനസ്വേലയുടെ പ്രസിഡന്റിനെ തടവിലാക്കിയത് അമേരിക്ക. ട്രംപ് ആണ് തടവിലാക്കിയിട്ടുള്ളത്. ആരെയാണ് തടവിലാക്കിയത്? നിക്കോളാസ് മഡുറോയെയും ഭാര്യയുമാണ് രാജ്യത്തിന് പുറത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നത്, ട്രംപ് പിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അടുത്തതിലേക്ക് വന്നാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? നമ്മൾ പറഞ്ഞു കേരളത്തെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി മാറ്റിയിട്ട് എന്താക്കിയായിരുന്നു? സ്റ്റാർട്ടപ്പ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ജാനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനം എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ജാനുവരി 16 സോ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. നമ്മൾ പറഞ്ഞ കോഡ് എന്താണ്? എങ്ങോട്ടെങ്കിലും ഇറങ്ങണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആക്കണം അല്ലെ. വണ്ടി സ്റ്റാർട്ട് ആക്കിയാലേ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റാർട്ടപ്പ് മിഷൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണ്? അത് എറണാകുളമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്തതിലേക്ക് വരാം. കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണെന്നുള്ളതാണ്. അത് ശ്രുതി തരംഗം എന്ന് പറയുന്നതാണ്. നമ്മുടെ എന്താണ് ശബ്ദം ഒരു ശ്രുതി പോലെയാണ് അല്ലെ കുട്ടികളുടെ കാതിൽ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നൽകുന്നത്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകുന്നത്, ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടപ്പിലാക്കുന്നത്. സോ എന്താണ് നമ്മുടെ ശബ്ദം എന്താണ് കുട്ടികളിൽ ഒരു തരംഗമായിട്ട് അല്ലെങ്കിൽ ഒരു ശ്രുതി ആയിട്ടാണ് കേൾക്കുന്നത്. അതൊരു തരംഗം, അതായത് നമ്മുടെ ശബ്ദം ഒരു തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ശ്രുതി തരംഗം എന്ന് പറയുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നൽകുന്ന സർക്കാരിന്റെ പദ്ധതിയാണ്. അത് ശ്രുതി തരംഗം എന്ന് പറയുന്നതാണ്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് വരാം. ദ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ആരാണെന്ന് ചോദിച്ചാൽ ഊർജിത് പട്ടേൽ ആണ് കേട്ടോ. ഊർജിത് പട്ടേൽ ആണ്. എന്തുകൊണ്ട് നമ്മൾ കോഡ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഗ്രേറ്റ് സാങ്ഷൻ എന്ന് പറയുന്നത് ഒരു ചെക്കൊക്കെ നമുക്ക് സാങ്ഷൻ ആയി കിട്ടിയാൽ നമുക്ക് വല്ലാത്തൊരു ഊർജം വരും, വല്ലാത്തൊരു സന്തോഷം വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചെക്കൊക്കെ നമുക്ക് സാങ്ഷൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വല്ലാത്തൊരു ഊർജവും വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഊർജിത് പട്ടേൽ എന്ന് പറയുന്നത് RBIയുടെ 24ാമത്തെ ഗവർണർ കൂടിയാണ് കേട്ടോ. RBIയുടെ 24ാമത്തെ ഗവർണർ ആരെന്ന് പറയുന്നത്? ഊർജിത് പട്ടേൽ എന്ന് പറയുന്നത്. സോ ദ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് എന്ന് പറയുന്നത് ആരുടെയാണ്? ഈ പുസ്തകം എന്ന് പറയുന്നത് ഊർജിത് പട്ടേലിന്റെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കോഡ് പറഞ്ഞത്. ദ ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് എന്ന് പറയുന്നത് ഊർജിത് പട്ടേലിന്റെ പുസ്തകമാണ്. ഈ ഊർജിത് പട്ടേൽ എന്ന് പറയുന്നത് RBIയുടെ 24ാമത്തെ ഗവർണർ കൂടിയാണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വരാം. കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് കത്തുകൾ അഴക്കത്തില്ല മണ്ടന്മാര്. ഇനി അവരെന്താണ്? കത്തുകൾ നിരോധിച്ചിരിക്കുകയാണ് മണ്ടന്മാര്. കത്തുകളുടെ വിതരണം, കാരണം ഡിജിറ്റൽ യുഗം അല്ലേടാ, അതുകൊണ്ട് പിന്നെ കത്തുകളുടെ ആവശ്യമില്ലല്ലോ. അപ്പോ കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം മണ്ടന്മാര് ഡെൻമാർക്ക് അല്ലെ. ഡെൻമാർക്ക്, അവന്മാര് മണ്ടന്മാര് കത്തുകൾ നിർത്തിയിരിക്കുവാണ്. അപ്പൊ ഡെൻമാർക്ക് ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ്? ഡെൻമാർക്കാണ്. ഡെൻമാർക്കിനെ ഒന്ന് ചെക്കിട്ട് വെച്ചേക്ക്, കാരണം ഡെൻമാർക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന ഒരു രാജ്യമാണ്. കത്തുകളുടെ വിതരണവും എന്താണ്? നിർത്തലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് മാറുകയാണ് ഡെൻമാർക്ക്. അവന്മാര് ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് വന്നാൽ മയക്കുമരുന്ന് കണ്ടെത്തലുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? മയക്കുമരുന്ന് കണ്ടെത്തലുകൾ എന്താണ് ട്രാക്ക് ചെയ്യുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് പാത്ജെനി എന്ന് പറയുന്നത്. പാത്ജെനി, കൃത്യമായിട്ടുള്ള പാത്തിലൂടെ പോയി അതൊക്കെ കണ്ടുപിടിക്കുന്ന പാത്ജെനി ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. മയക്കുമരുന്ന് കണ്ടെത്തലുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ്
പാഗ്ജനി എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തെരുവ് ബാല്യനയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് അല്ലെ. തെരുവ് ബാല്യനയം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവന്നത് എവിടെയാണ്? അതും നമ്മുടെ കേരളത്തിലാണ്. ഇപ്പൊ തെരുവ് ബാല്യനയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്, സമ്പൂർണ്ണ തെരുവ് ബാല്യനയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ സംസ്ഥാനവും ഏതാണ്? അതും നമ്മുടെ കേരളമാണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 1200 സ്കൂളുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ച ഒരു പദ്ധതി ഉണ്ട്. അതിന്റെ പേരെന്താണ്? അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്നതാണ്. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് 1200 സ്കൂളുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റ് പഠിച്ചു വെക്കുക. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്ന ഫെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? വർണ്ണച്ചിറകുകൾ എന്ന് പറയുന്നത്. എവിടെയാണ് നടത്തുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്ന ഫെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫെസ്റ്റിവൽ ആണ് വർണ്ണച്ചിറകുകൾ. ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആരുടെ നേതൃത്വത്തിലാണ്? വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വരാം. നമുക്ക് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ടാബ്ലോയുടെ പ്രമേയം എന്താണ്? 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ എന്താണ്? അങ്ങനെ കാത്തിരുന്ന് കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് കൂടി എൻട്രി ലഭിച്ചിരിക്കുകയായിരുന്നു. 2025 ക്യാൻസൽ ആക്കി വിട്ടു, നമ്മളെ എൻട്രി ചെയ്യിപ്പിച്ചില്ല. പക്ഷെ 2026 എന്തോ ഭാഗ്യം നമുക്ക് എന്താണ് കേറാൻ പറ്റിയിരിക്കുകയാണ്, എൻട്രി ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ടാബ്ലോയുടെ പ്രമേയവും വന്നു കഴിഞ്ഞു. എന്താണ്? നമ്മളിത് ഇപ്പൊ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് അല്ലെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയുമാണ്. എന്താണ്? വാട്ടർ മെട്രോ, ഡിജിറ്റൽ സാക്ഷരത എന്നിവയാണ് നമ്മുടെ കേരളം അവതരിപ്പിക്കുന്ന ടാബ്ലോ എന്ന് പറയുന്നത്. ടാബ്ലോയുടെ പ്രമേയം എന്താണ്? വാട്ടർ മെട്രോ, ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്ന ടാബ്ലോയാണ് ആരവതരിപ്പിക്കുന്നത്? കേരളം അവതരിപ്പിക്കുന്നത് 2026 റിപ്പബ്ലിക് ദിന പരേഡില്. എങ്കിൽ ചോദിക്കട്ടെ, 2025 റിപ്പബ്ലിക് ദിന പരേഡില് 1ാം സ്ഥാനം ലഭിച്ച ടാബ്ലോ ഏതിന്റെ ആയിരുന്നു? ഉത്തർപ്രദേശിന്റെ ആണ് അല്ലെ. UPയുടെ ടാബ്ലോയ്ക്കായിരുന്നു, മഹാകുംഭമേള പ്രമേയമാക്കിയ ടാബ്ലോയ്ക്കായിരുന്നു 2025 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഫസ്റ്റ് ലഭിച്ച ടാബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. ഇനി അതുപോലെ തന്നെ 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളാണ് കേട്ടോ. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കണം. അടുത്തതിലേക്ക് വരാൻ നമുക്ക്. പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേരെന്താണെന്നുള്ളതാണ്. അത് എസ്ര എന്ന് പറയുന്നതാണ്. എന്താണ്? പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേരാണ് എസ്ര എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം. ബോംബ് സൈക്ലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് എസ്ര എന്ന് പറയുന്നത്. തണുത്ത മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ എന്താണ് ശക്തമായിട്ടുള്ള കാറ്റും തണുത്ത കാറ്റും ഒത്തുചേർന്നിട്ടുള്ള ഒരു ശീത കൊടുങ്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? എസ്ര എന്ന് പറയുന്നത്. ബോംബ് സൈക്ലോൺ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കണം. പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേരാണ് എസ്ര എന്ന് പറയുന്നത്. സോ അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ, വനത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന സസ്യങ്ങളെ നശിപ്പിക്കാനുള്ള വനം വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നമ്മൾ പറഞ്ഞു മിഷൻ മഞ്ഞക്കൊന്ന. ഞാൻ നിങ്ങളെ ഒരു മഞ്ഞക്കൊന്ന, അതായത് മഞ്ഞപ്പൂവുള്ള ഒരു സസ്യത്തിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് മഞ്ഞക്കൊന്ന എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് എന്താണ്? ഈ മഞ്ഞക്കൊന്ന നമ്മുടെ വനത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. അപ്പൊ വനത്തെ കൊല്ലുന്നതാണ് മഞ്ഞക്കൊന്ന. അപ്പൊ മഞ്ഞ കൊന്നുകളയും അല്ലെ. മഞ്ഞക്കൊന്ന വനത്തെ കൊന്നുകളയും. അപ്പൊ അതുകൊണ്ട് വനത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തിനെ കൊന്നുകളയും? മഞ്ഞക്കൊന്നയെ കൊന്നുകളയും കേട്ടോ. അപ്പൊ വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന സസ്യങ്ങളെ നശിപ്പിക്കാൻ വനം വകുപ്പിന്റെ പദ്ധതിയാണ് കൊന്നുകളയും. എന്തിനെ കൊന്നുകളയും? മഞ്ഞക്കൊന്നയെ നമ്മൾ കൊന്നുകളയും. മിഷൻ മഞ്ഞക്കൊന്ന എന്ന് പറയുന്നതാണ് കേട്ടോ. കൊന്നുകളഞ്ഞു, മിഷൻ മഞ്ഞക്കൊന്ന. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അടുത്തതും വനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മൾ പഠിക്കുന്നത്. വനാതിർത്തിയിൽ, അതായത് വനാതിർത്തിയിൽ വന്യജീവികളെ ആകർഷിക്കാത്തതും അതുപോലെ തന്നെ കർഷകർക്ക് വരുമാനം ലഭിക്കുന്നതുമായിട്ടുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി. അതായത് വനാതിർത്തിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആകർഷിക്കുന്ന വന്യജീവികളെ ആകർഷിക്കുന്ന നല്ല കളറിലേക്ക് ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ എന്താണ്? വന്യജീവികളൊക്കെ ഇത് കണ്ട് ആകർഷിച്ച് അവിടെ വന്ന് അതെല്ലാം നശിപ്പിക്കും അല്ലെ. പക്ഷെ വന്യജീവികളെ ആകർഷിക്കാത്തതും വനാതിർത്തിയിൽ നമ്മൾ എന്ത് കൃഷി ചെയ്യണം? നമുക്ക് നല്ല
നല്ല വരുമാനവും കിട്ടുകയും വേണം, പക്ഷെ വന്യജീവികളൊന്നും വരികയും ചെയ്യരുത്. അവരെ ആകർഷിക്കാത്തതും നമുക്ക് വരുമാനം കിട്ടുന്നതുമായിട്ടുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് മിഷൻ കൃഷി പുനർജീവനം എന്ന് പറയുന്നത്. മിഷൻ കൃഷി പുനരുജ്ജീവനം എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക് നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ അമേരിക്ക നടത്തിയ രഹസ്യ സൈനിക നീക്കം ഏതാണ്? നമ്മൾ പറഞ്ഞു വെനസ്വേലൻ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡുറോ എന്ന് പറയുന്നത്. ട്രംപ് പോയി മഡുറോയിനെ എന്താണ് രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. സോ ആ ഒരു ഓപ്പറേഷന്റെ പേര് നമ്മുടെ യുഎസിന്റെ സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഇത് നടത്തിയിട്ടുള്ളത്. അവർ നടത്തിയ ആ ഓപ്പറേഷന്റെ പേര് എന്താണെന്നുള്ളതാണ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നതാണ്. എന്താണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നതാണ് അവർ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ളത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ഡെൽസി റോഡ്രിഗസിനെയാണ്. ഡെൽസി റോഡ്രിഗസിനെയാണ് ആര് നിയമിച്ചത്? സുപ്രീം കോടതി വെനസ്വേലയുടെ. കാരണം പ്രസിഡന്റ് ഇല്ലല്ലോ, ഇപ്പൊ പ്രസിഡന്റിനെ ആര് പിടിച്ചോണ്ട് പോയി? മഡുറോ പിടിച്ചോണ്ട് പോയി. സോ പ്രസിഡന്റ് ഇല്ല അവിടെ. അപ്പൊ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് സുപ്രീം കോടതി ആരെ നിയമിച്ചു? ഡെൽസി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് സുപ്രീം കോടതി നിയമിച്ചു. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് സുപ്രീം കോടതി നിയമിച്ചത് ആരെയാണ്? ഡെൽസി റോഡ്രിഗസിനെയാണ്. റോഡ്രിഗസ് അച്ഛൻ ഓർത്താൽ മതി കേട്ടോ. റോഡ്രിഗസ് അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ റോം സിനിമയിലെ റോമൻ അല്ലേ, റോമൻ. അപ്പൊ ആ സിനിമയിലെ റോഡ്രിഗസ് എന്ന് പറയുന്നത് ഒരു ആത്മാവാണ് അല്ലെ. സോ ആത്മാവിനെ എന്തായാലും ട്രംപിന് പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഓർത്താൽ മതി. ഡെൽസി റോഡ്രിഗസിനെയാണ് നിയമിച്ചിട്ടുള്ളത്. നമ്മുടെ റോഡ്രിഗസ് അച്ഛനെയാണ് നിയമിച്ചതെന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്തേക്ക് കേട്ടോ. അടുത്തതിലേക്ക് വരാം. ഗോവയുടെ പുതിയതായി രൂപീകരിച്ച മൂന്നാമത്തെ ജില്ലയുടെ പേരെന്താണ്? ഗോവയിലെ മൂന്നാമതൊരു ജില്ലയും കൂടി വന്നിരിക്കുകയാണ്. ഈ ജില്ലയുടെ പേര് ഗോവയിലെ എന്താണ് ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു നദിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഗോവയുടെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പൈതൃകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട രണ്ട് നദികളുണ്ട്. ഒന്ന് മണ്ടോവിയുമുണ്ട്, ഒന്ന് സുവാരിയുമുണ്ട്. സുവാരിയുടെ പോഷക നദിയായിട്ടുള്ള ഒരു നദിയുടെ പേരാണ് ഈ മൂന്നാമത്തെ ജില്ലയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എന്താണെന്നറിയോ? കുശാവതി എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഗോവയിൽ മൂന്നാമതൊരു ജില്ല വന്നു, കുശാലായി എന്ന് ഓർത്താൽ മതി. എങ്ങനെയാണെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. നമുക്ക് നോർത്ത് ഗോവയുണ്ട്, സൗത്ത് ഗോവയുണ്ട് അല്ലെ. നോർത്ത് ഗോവയുമാണ് സൗത്ത് ഗോവയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ സൗത്ത് ഗോവയെ മുറിച്ചുകൊണ്ടാണ് മറ്റൊരു നദി ജില്ല വന്നിരിക്കുന്നത്. ഈ സൗത്ത് ഗോവയെ മുറിച്ചുകൊണ്ടാണ് മൂന്നാമതായിട്ട് ഒരു ജില്ല വന്നിരിക്കുന്നത്. ഏതാണ്? കുശാവതി എന്ന് പറയുന്നതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. മൂന്നാമത്തെ ഒരു ജില്ല വന്നു, അത് കുശാലായി എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സെറ്റാക്കി വെച്ചാൽ മതി. അപ്പൊ ഏത് നദിയുടെ പോഷക നദിയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്? സുവാരി നദിയുടെ പോഷക നദിയാണ് കുശാവതി എന്ന് പറയുന്നത്. ഈ നദിയുടെ പേരാണ് എന്തിനു കൊടുത്തിട്ടുള്ളത്? ഗോവയിലെ മൂന്നാമത് വന്ന ഈ ജില്ലയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് വരാൻ നമുക്ക്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് 2026 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് മുഖ്യ അതിഥിയാകുന്നത് ആരാണ്? മുഖ്യ അതിഥിയായിട്ട് വരുന്നത് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ആര് വരികയാണ്? ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള വനിത കടന്നു വരികയാണ്. എന്താണ്? നാസയുടെ ബഹിരാകാശ സഞ്ചാരിയാണ് അല്ലെ. ഇന്ത്യൻ വംശജയായിട്ടുള്ള നാസയുടെ ബഹിരാകാശ സഞ്ചാരിയാണ് നമ്മുടെ സുനിത വില്യംസ് എന്ന് പറയുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ കോഴിക്കോട് മുഖ്യ അതിഥിയായിട്ട് കടന്നു വരുന്നത് ആരാണ്? സുനിത വില്യംസ് ആണ് കേട്ടോ. 2026 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിലെ മുഖ്യ അതിഥിയായി കോഴിക്കോടാണ് വേദിയാകുന്നത്. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത് സുനിത വില്യംസ് ആണ്. വേദിയാകുന്നത് എവിടെയാണ്? കോഴിക്കോടാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കണം. അടുത്തതിലേക്ക് വന്നാൽ ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ചോദിച്ചിട്ടുള്ളത്. അത് മീര സിയാൾ ആണ്. ആരാണ്? മീര സിയാൾ ആണ്. എടാ നമ്മൾ പുരുഷന്മാർക്ക് സർ പദവി കൊടുക്കുന്നതിന് തുല്യമാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഡെയിം എന്ന് പറയുന്ന പദവി കേട്ടോ. ഡെയിം എന്ന് പറയുന്നത് എന്താണ്? ഡെയിം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സർ പദവി കൊടുക്കുന്നത് പോലെയാണ് സ്ത്രീകൾക്ക് എന്താണ്? അതിന് തുല്യമായ പദവിയാണ് ഡെയിം എന്ന് പറയുന്നത്. സോ ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ആരെന്ന് പറയുന്നത്? മീര സിയാൾ എന്ന് പറയുന്നത്. ഇനി മുതൽ മീര എങ്ങനെ അറിയപ്പെടും? ഡെയിം മീര സിയാൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഡെയിം മീര സിയാൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സർ പദവിക്ക് തുല്യമാണ് സ്ത്രീകൾക്ക് വനിതകൾക്ക് നൽകുന്ന ഡെയിംഹുഡ് പദവി എന്ന് പറയുന്നത് എന്നുകൂടി ഓർത്തു വെച്ചേക്ക്. ഇത് കിട്ടിയ ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. സ്വന്തമായിട്ട് ബ്രാൻഡിങ് ചെയ്ത കുടിവെള്ളം പുറത്തിറക്കാൻ ഒരുങ്ങുന്ന സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം KSRTC എന്ന് പറയുന്നത്. സ്വന്തമായി ബ്രാൻഡ് ചെയ്ത കുടിവെള്ളം പുറത്തിറക്കാൻ പോവുകയാണ് ആര്? KSRTC അല്ലെ. ആനവണ്ടി കുടിവെള്ളവും പുറത്തിറക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ടക്ടർക്കും ഡ്രൈവർമാർക്കും വണ്ടിയിലുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ ഈ കുടിവെള്ളം എന്താണ്? വിൽക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുറത്ത് കിട്ടുന്ന കടയിൽ കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് എന്താണ്? 1 രൂപ കുറച്ചാണ് KSRTC
എന്ത് വിൽക്കുന്നത്? കുടിവെള്ളം വിൽക്കാൻ പോകുന്നത്. സോ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം, നമ്മുടെ KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അല്ലെ. ഇങ്ങനെ ഓർത്താൽ മതി, സവാരി ഗിരിഗിരി എന്നും ലാലേട്ടൻ പറയുന്നത് അല്ലെ. സവാരി ചെയ്യുന്നത് ആനവണ്ടിയില്, സവാരി ഗിരിഗിരി എന്ന് എപ്പോഴും ആര് പറയും? നമ്മുടെ സ്വന്തം ലാലേട്ടൻ പറയും. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? സവാരി ഗിരിഗിരി പറയുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. അപ്പൊ കുടിവെള്ളം പുറത്തിറക്കാൻ പോകുന്നത് ആരാണ്? അത് KSRTC ആണ് കുടിവെള്ളം പുറത്തിറക്കാൻ പോകുന്നത്. അടുത്തതിലേക്ക് വന്നാൽ പോർബന്തറിൽ നിന്ന് ഒമാനിലേക്ക് യാത്ര തിരിച്ച, ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണെന്നാണ്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്കാണ് കേട്ടോ, ഒമാനിലെ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് തുന്നിയെടുത്ത കപ്പൽ, ഇന്ത്യൻ നാവികസേനയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച INSV കൗഡില്യാണ് അല്ലെ. INSV കൗഡില്യാണ് പോർബന്തറിൽ നിന്ന് ഒമാനിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇന്ത്യൻ നാവികസേനയുടെ തുന്നിയെടുത്ത കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നതും എന്തിനെയാണ്? INSV കൗഡിന്യയാണ്. അടുത്തതിലേക്ക് വന്നാൽ 2025-26 സീസണിൽ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025-26 സീസണിൽ സംഗീത കലാനിധി പുരസ്കാരം ലഭിക്കുന്നത് RK ശ്രീറാം കുമാറിനാണ്. ആർക്കാണ്? RK ശ്രീറാം കുമാറിനാണ്. കർണാടക സംഗീതത്തിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നതാണ് ഈ സംഗീത കലാനിധി പുരസ്കാരം എന്ന് പറയുന്നത്. കർണാടക സംഗീതത്തിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നതാണ്. സോ അത് കിട്ടിയ 2025-26 സീസണിൽ അത് കിട്ടി, ഈ ഒരു പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? RK ശ്രീറാം കുമാർ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് അത് നമ്മുടെ കേരളത്തിലാണ് അല്ലെ. കേരളത്തിലാണ്. 2051 ഒക്കെ ആവുമ്പോൾ കേരളത്തിലെ ആയുർദൈർഘ്യം 10 കൂടി കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്? 70 ആണെങ്കിൽ, പുരുഷന്മാർക്ക് 70 ആണെങ്കിൽ അത് 80 ആകും, സ്ത്രീകൾക്ക് 75 ആണെങ്കിൽ ഇത് എന്താകും? 85 ആകും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നുകൂടി ഓർത്തു വെച്ചേക്കണം. ഇന്ത്യയിലെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. കൂടെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? മുല്ലപ്പെരിയാർ പൊട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ എന്താണ്? ആയുർദൈർഘ്യം കൂടും അല്ലെ. മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർത്തു വെച്ചുകൊണ്ട് അടുത്തതിലേക്ക് നമുക്ക് പോകാം. സ്കൂളുകളിൽ പത്രം വായന നിർബന്ധമാക്കിയ സംസ്ഥാനം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ഇത് പഠിപ്പിച്ച സമയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിൽ പത്രം വായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ രാജസ്ഥാനാണ്. രാജസ്ഥാൻ 2026 ജാനുവരിയിലാണ് പത്രം വായന നിർബന്ധമാക്കിയത്. UP ഉണ്ട്. UP എപ്പോഴാണ്? 2025 ഡിസംബറിൽ ആ സ്കൂളുകളിൽ പത്രം വായന നിർബന്ധമാക്കിയത് UP. 2026 ജാനുവരിയിൽ സ്കൂളുകളിൽ പത്രം വായന നിർബന്ധമാക്കിയത് ആരാണ്? രാജസ്ഥാനാണ്. ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? UP ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഉത്തർപ്രദേശ് ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. സെറ്റാണ്. ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വന്നാൽ 2026 ജാനുവരിയിൽ സാവിത്രിഭായ് ഫുലെയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 195ാമതാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീയുടെ സുരക്ഷയ്ക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക്, സ്ത്രീ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി എന്താണ് മുൻനിരയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സാവിത്രിഭായ് ഫുലെ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തിയുടെ എത്രാമത് ജന്മവാർഷികമാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ 195ാമത് ജന്മവാർഷികമാണ് ആചരിച്ചിട്ടുള്ളത്. ഓർത്തു വെച്ച് പഠിക്കണം കേട്ടോ. അടുത്തത് മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡിന് ലഭിച്ച തുറമുഖം ഏതാണ്? മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് ലഭിച്ച തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടാണ് കേട്ടോ. വിഴിഞ്ഞം തുറമുഖമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്തതിലേക്ക് വന്നാൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്നതാണ് ആന്റണി രാജു. തൊണ്ടി മുതൽ ഏണിയായി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആന്റണി രാജുവിന് എന്തായി? തൊണ്ടി മുതൽ ഏണിയായി. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആന്റണി രാജുവിന്. നമ്മൾ 2013 സുപ്രീം കോടതി വിധിയെ കുറിച്ച് ഈ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? MLA-യോ MP-യോ ഒക്കെ എന്താണ് ക്രിമിനൽ കേസിൽ 3 വർഷമോ 2 വർഷമോ അതിലധികം വർഷമോ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുകയും
തടയപ്പെടുകയും അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും അല്ലെ. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും എന്താണ് ഒരു 6 വർഷത്തേക്കൊന്നും എന്താണ് മത്സരിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഒന്നും എന്താണ് സാധിക്കത്തില്ല. മന്ത്രിമാരെന്താണ് അയോഗ്യരാക്കപ്പെടും എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു ക്രിമിനൽ കേസിൽ അകത്ത് പോയി കഴിഞ്ഞാൽ. ഇനി ഇവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, ഇവിടെ ആന്റണി രാജുവിന് മേലുള്ള കുറ്റം എന്ന് പറയുന്നത് തൊണ്ടി മുതൽ അട്ടിമറിച്ചു അല്ലെ. പ്രതിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു, കേസിൽ പ്രതിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. 3 വർഷം വരെ ആകാവുന്ന തടവും അതുപോലെ തന്നെ 10,000 രൂപയുമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ആന്റണി രാജുവാണ് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അരുന്ധതി റോയ് ആണ് അല്ലെ. പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരമാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ, മലയാറ്റൂരിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ്, പുതിയ പുരസ്കാരമാണ് ഇത്. ആദ്യമായിട്ട് ലഭിക്കുന്ന വ്യക്തിയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരമാണ്. അപ്പൊ ആദ്യമായിട്ട് ലഭിക്കുന്ന എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. അരുന്ധതി റോയിയുടെ കൃതികളെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സാഹിത്യ രംഗത്തെ കോൺട്രിബ്യൂഷൻ എല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. അതാണ് സമഗ്ര സാഹിത്യ പുരസ്കാരം അല്ലെങ്കിൽ സമഗ്ര പുരസ്കാരം എന്ന് പറയുന്നത്. സമഗ്ര സംഭാവന എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സംഭാവനകളെയും എടുത്തു നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പുരസ്കാരം കൊടുത്തിരിക്കുന്നത് അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയിനെ നമുക്കറിയാവുന്നതാണ് അല്ലെ. മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. ഏതാണ് ബുക്ക് എന്ന് പറയുന്നത്? ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയിയുടെ കൃതിക്കാണ് എന്ത് ലഭിച്ചത്? ബുക്കർ സമ്മാനം ലഭിച്ചത് അല്ലെ. ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. 1997 ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ഏത് ബുക്കിനാണ്? ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ്. അപ്പൊ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരവും ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം പേരെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പുതിയ ക്യാമ്പയിൻ ഏതാണെന്നാണ്. 10 ലക്ഷം പേരെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പുതിയ ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്തിന്റെ ഭാഗമാണ്? ഫെബ്രുവരി 4 ക്യാൻസർ ഡേ എന്ന് പറയുന്നത് അല്ലെ. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ. ഇതിന്റെ ഭാഗമായിട്ട് കേരളം ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഏതെന്ന് പറയുന്നത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് 10 ലക്ഷം പേരെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ഈ പുതിയ ക്യാമ്പയിന്റെ പേരും അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നതാണ്. ഏതാണ്? ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 4 ക്യാൻസർ ഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ 2025 ക്യാമ്പയിന്റെ പേര്, ക്യാൻസർ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതിലേക്ക് വരാൻ നമുക്ക് ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്ത് വെക്കാൻ പറഞ്ഞു അല്ലെ, എന്നെ നിങ്ങൾ കണക്ട് ചെയ്തോളാൻ പറഞ്ഞു. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. ആരാണ്? കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് 7 ഭൂഖണ്ഡങ്ങൾ അല്ലെ, നമ്മുടെ അതായത് ഉയരം കൂടിയിട്ടുള്ള 7 ഭൂഖണ്ഡങ്ങൾ, ഏറ്റവും ഉയരം കൂടിയ ഭൂഖണ്ഡങ്ങൾ കീഴടക്കിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വനിതയാണ് നമ്മുടെ കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. കൂടാതെ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത, പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ വനിത ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുമ്പോൾ ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കാമ്യ കാർത്തികേയൻ. കൂടാതെ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. അപ്പൊ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? നമ്മൾ പറഞ്ഞു പ്രായമൊന്നും നോക്കാതെ ജ്യോതി കാണാൻ വേണ്ടിയിട്ട് എവറസ്റ്റ് കയറിയതാണ്. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞല്ലേ, രാത്രി എവറസ്റ്റ് കയറിയതാണ്. പ്രായം കൂടുതലുണ്ട് എന്നാലും അതിനെയൊന്നും വകവെക്കാതെ എവറസ്റ്റിൽ കയറിയതാണ്. പക്ഷെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ് ചുമ്മാ കണക്ട് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ ഇവരൊക്കെ എന്താണ് നമുക്ക് പ്രചോദനമാകുന്ന, എന്താണ് എവറസ്റ്റ് ഒക്കെ കീഴടക്കിയിട്ടുള്ള വനിതകളാണ്. നമുക്ക്
വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. കാരണം അവരുടെ എയിം അതാണ്. അതുകൊണ്ട് അവരെന്താണ് അത്രയും ഉയരങ്ങളൊക്കെ കീഴടക്കി, എന്താ അല്ലെ, അത്രയും ഉയരങ്ങളൊക്കെ കീഴടക്കിയ ധീരയായിട്ടുള്ള വനിതകളാണ് അവരെല്ലാം. ജ്യോതി രാത്രയാണ് അല്ലെ ഏറ്റവും പ്രായം കൂടിയ എവറസ്റ്റ് കീഴടക്കി ഇന്ത്യക്കാരി എന്ന് പറയുന്നത് ആരാണ്? ജ്യോതി രാത്രയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ എവറസ്റ്റ് കീഴടക്കിയ ഒരു മലയാളി ഉണ്ട്. ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ് എന്ന് പറയുന്ന ഒരു ലാത്തി കൊണ്ട് കീഴടക്കി എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ലാത്തി കൊണ്ട് എവറസ്റ്റ് കയറി കീഴടക്കി, കുത്തി കുത്തി ലാത്തിയിൽ നടന്ന് കീഴടക്കി എന്ന് നമ്മൾ ചുമ്മാ ഒരു കോഡിട്ട് പഠിച്ചായിരുന്നു. സഫ്രീന ലത്തീഫ് ആണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ എന്നെ ഓർത്ത് വെച്ചേക്കുക. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരി ആരാണ്? അത് നമ്മുടെ ജ്യോതി രാത്രയാണ്. ജ്യോതി രാത്രയാണ്. എങ്കിൽ എവറസ്റ്റ് കീഴടക്കിയ മലയാളി വനിത ആരാണ്? ആ മലയാളി വനിത എന്ന് പറയുന്നത്, ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് സഫ്രീന ലത്തീഫു ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് വന്നാൽ ഇത് നമ്മൾ പറഞ്ഞതാണ്. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണെന്ന്? അത് മോഹൻലാൽ ആണ് അല്ലെ. നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ എന്ന് പറയുന്നത്. ഇനി ബിഗ് 4 മത്സരങ്ങളിൽ ലോകത്തിലെ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം. അപ്പൊ ബിഗ് 4 സൗന്ദര്യ മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയത് വെനസ്വേലയാണ് അല്ലെ. വേനലിലും ഏത് വേനലിലും സ്വല്പം പോലും സൗന്ദര്യം പോകാത്തവരാണ് വെനസ്വേലൻ സുന്ദരികൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏത് വേനലിലും സ്വല്പം പോലും സൗന്ദര്യം പോകാത്തവരാണ് വെനസ്വേലൻ സുന്ദരികൾ. ബിഗ് 4 സൗന്ദര്യ മത്സരത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം കിരീടം നേടിയിട്ടുള്ളത് ആരാണ്? ബിഗ് 4 എന്ന് പറയുമ്പോൾ മിസ് ഇന്ത്യ, മിസ് എർത്ത്, അതുപോലെ തന്നെ മിസ് വേൾഡ്, ഇതൊക്കെ കൂട്ടിയിട്ടാണ് മിസ് 4 എന്ന് പറയുന്നത്. ഈ മിസ് 4 സൗന്ദര്യ മത്സരത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയത് ആരാണ്? അത് വെനസ്വേലൻ സുന്ദരികളാണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇനി 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായിട്ട് ചുമതലയേറ്റത് ആരാണ്? 2030 ഇന്ത്യയില് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. 2030 അഹമ്മദാബാദിന് കുറച്ച് അഹമ്മദി കൂടും. കാരണം വെൽത്ത് വരികയാണ് അല്ലെ, കോമൺവെൽത്ത് വരികയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അഹമ്മദാബാദ് ആണ് വേദിയാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് ഇതിന്റെ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി നിർമ്മിക്കുന്നു. ഈ ഏജൻസിയുടെ അധ്യക്ഷ ആരാണ്? ഇതിന്റെ നിർവഹണത്തിന് വേണ്ടി രൂപീകരിക്കുന്ന ഏജൻസിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത്, ഈ അധ്യക്ഷയായിട്ട് ചുമതലയേറ്റത് നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയാണ് അല്ലെ. PT ഉഷയാണ് ചുമതലയേറ്റിട്ടുള്ളത്. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് ആരാണ്? അത് നമ്മുടെ PT ഉഷയാണ്. IOA അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റുമാരാണ്. ആ പദത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയും ആരാണ്? PT ഉഷയാണ് അല്ലെ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്, നിലവിലത്തെ പ്രസിഡന്റ് PT ഉഷയാണ്. ആ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയും ആരാണ്? അതും PT ഉഷയാണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കാം. ഇനി അന്തരീക്ഷത്തിൽ ഓരോ 1000 സെക്കൻഡിലും ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഡെക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഡെക്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടിയല്ലേ. അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്തോളാൻ പറഞ്ഞു. ഡെക്സ് എന്ന് പറയുന്നതാണ്. അന്തരീക്ഷത്തിൽ ഓരോ 1000 സെക്കൻഡിലും എന്താണ്? ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഡെക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഡെക്സ് എന്ന് പറയുന്നത്. ISROയുടെ PSLV ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ ഒരു ഡെക്സ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തത് തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ഡിജിറ്റൽ മ്യൂസിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ മ്യൂസിയം. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യ കടമ്പ എന്നോണം ഒരു ഡിജിറ്റൽ മ്യൂസിയം വരികയാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാനും രേഖപ്പെടുത്തുക എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ മ്യൂസിയം വരുന്നത്. അതെവിടെയാണ് വരുന്നത്? തിരുവനന്തപുരംകാർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരം അല്ലെ. കനകക്കുന്ന് കൊട്ടാരം തിരുവനന്തപുരത്താണ്. എന്ത് വരുന്നത്? ആ തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ഡിജിറ്റൽ മ്യൂസിയം നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കനകക്കുന്ന് കൊട്ടാരം തിരുവനന്തപുരത്താണ് കേട്ടോ. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വന്നാൽ മഹാകവി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമ ഏതാണെന്നാണ്. മഹാകവി ആരുടെയാണ്? കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമയാണ് ഏതെന്ന് പറയുന്നത്? കസ്തൂരിമാൻ എന്ന് പറയുന്നത്. ഇനി മഹാകവി
പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ്? അത് കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നതാണ്. എന്താണ്? കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നതാണ് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഈ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ പി ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത ഒരു ചലച്ചിത്രമുണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നതാണ്. 2012 നമ്മുടെ ആരാണ്? പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത, രചനയും സംവിധാനവും ചെയ്ത ചലച്ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ഇവൻ മേഘരൂപൻ. 2012 കേട്ടോ. ആരുടെ ആത്മകഥയെ കുറിച്ച്? നമ്മൾ പറഞ്ഞ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നത്. ഇതിലെ പുസ്തകം, അതായത് ഈ ആത്മകഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രചനയും സംവിധാനവും ചെയ്ത ചലച്ചിത്രമാണ് ഇവൻ മേഘരൂപൻ. ആരാണ്? ബാലചന്ദ്രനാണ്. പി ബാലചന്ദ്രനാണ് രചനയും സംവിധാനവും ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? മഹാകവി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമയാണ് ഏതെന്ന് പറയുന്നത് കസ്തൂരിമാൻ എന്ന് പറയുന്നത്. അതുകൂടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് വരാൻ നമുക്ക് 2026 ജാനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബില്യാർഡ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മനോജ് കോത്താരിയാണ്. ആരാണ്? മനോജ് കോത്താരിയാണെന്ന് ഓർത്ത് വെച്ചേക്ക. 2026 ജാനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബില്യാർഡ് താരമാണ് ആരെന്ന് പറയുന്നത് മനോജ് കോത്താരി എന്ന് പറയുന്നത്. ഓർത്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് പരിസ്ഥിതി, പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനായിരുന്ന 2026 ജാനുവരിയിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? നമുക്കറിയാവുന്നതാണ്. 2026 ഈ കഴിഞ്ഞ ദിവസമാണ് 2026 ജാനുവരി 7 നമ്മൾ പഠിച്ച സമയത്ത്, ഡെയിലി കറണ്ട് അഫയേഴ്സിനെ പഠിച്ച സമയത്ത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്ത ആ ഒരു ദിവസമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. 8 എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 മാറ്റണം, 7 കേട്ടോ. ജാനുവരി 7 മാധവ് ഗാഡ്ഗിൽ അന്തരിക്കുന്നത്. സോ മാധവ് ഗാഡ്ഗിലാണ്. നമ്മൾക്കറിയാം പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചും പശ്ചിമഘട്ടത്തെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. മികച്ചൊരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുഎന്നിന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ബഹുമതികൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. മികച്ചൊരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് അദ്ദേഹം അന്തരിക്കുന്നത്? 2026 ജാനുവരി 7 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത വിഷയങ്ങൾ എന്തായാലും ഇനി എന്താണ് നമ്മുടെ എക്സാമുകളിൽ ചോദ്യം വരും. ഉറപ്പായിട്ടും എന്താണ് ഇനിയുള്ള എക്സാമുകളിലൊക്കെ ചോദ്യം വരാവുന്ന മേഖലയാണ് മാധവ് ഗാഡ്ഗിലുമായിട്ട് ബന്ധപ്പെട്ട്. ചൂരൽമലയിൽ ആ ഒരു വലിയ ദുരന്തം ഉണ്ടായ സമയത്തും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ തന്നെ സംഭവിച്ചതും നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ന്യൂസുകളിലൂടെ എന്താണ് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അദ്ദേഹം പറഞ്ഞു വെച്ച ആ വാക്കിൽ എന്താണ് തെല്ലും മാറ്റമില്ലാതെ അതുപോലെ തന്നെ ആരോ പറഞ്ഞു വെച്ച് എഴുതി വെച്ച കാര്യങ്ങൾ പോലെ അതുപോലെ തന്നെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാഴ്ചകളും അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയോടുള്ള സമീപനവും ഒക്കെ എന്താണ് കറക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കൺമുന്നിൽ വന്ന സമയത്തും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഓർത്തെടുത്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2026 ജാനുവരി 7 അദ്ദേഹം അന്തരിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന നഗരങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയത് ഏതാണ്? ഏതിരുളിലും സ്ത്രീക്ക് ഇറങ്ങി നടക്കാം. സ്ത്രീ സൗഹൃദമായിട്ടുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നതാരാണ്? അവതാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ. ആരുടെയാണ്? അവതാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം സ്ത്രീക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന സ്ത്രീ സൗഹൃദ വനിതാ സൗഹൃദ നഗരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ഏതാണ്? ഏതിരുളിലും ഇറങ്ങി നടക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അത് ബംഗളൂരു ആണെന്ന് നമ്മൾ പറഞ്ഞു. 9ാം സ്ഥാനത്ത് ആരാണ്? തിരുവനന്തപുരമാണ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 9ാം സ്ഥാനത്ത് ആരാണ്? തിരുവനന്തപുരമാണ്. 1ാം സ്ഥാനത്ത് ആരാണ്? അത് ബംഗളൂരു ആണെന്ന് പറഞ്ഞു. ആര് പുറത്തുവിട്ട റിപ്പോർട്ടാണ്? അവതാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന നഗരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള നഗരം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. അടുത്തത് അമിതാവ് ഘോഷ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു നോവലിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അമിതാവ് ഘോഷിന്റെ അടുത്തിടെ പുറത്തിറക്കിയ നോവലിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഗോസ്റ്റ് ഐ എന്ന് പറയുന്നതാണ് അല്ലെ. അമിതാവ് ഘോഷിന്റെ നോവലാണ് ഏതെന്ന് പറയുന്നത്? ഗോസ്റ്റ് ഐ എന്ന് പറയുന്നത്. അമിതാവ് ഘോഷിന്റെ 11ാമത്തെ നോവലാണെന്ന് നമ്മൾ പറഞ്ഞു.
അതുപോലെ തന്നെ 54ാമത് ജ്ഞാനപീഠ ജേതാവുമാണ് ആരെന്ന് പറയുന്നത്? അമിതാവ് ഘോഷ് എന്ന് പറയുന്നത് 54ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണെന്ന് കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നോവലിന്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത് ഡൽഹിക്ക് മുന്നിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ എന്ത് എന്നുള്ള കാര്യമാണ് അല്ലെ. ഓർമ്മകളും ബന്ധങ്ങളും ഒക്കെ എന്താണ് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു നോവലാണ് ഗോസ്റ്റ് ഐ എന്ന് പറയുന്നത്. ഡൽഹി സർവകലാശാലയിൽ അദ്ദേഹം പഠിച്ചിരുന്ന കാലം ഡൽഹി എന്ന് പറയുന്നത് ഏറ്റവും മികവുറ്റ ഒരു സർവകലാശാലയാണെന്നും ഇപ്പോൾ ഡൽഹിയുടെ അവസ്ഥയിൽ വളരെയധികം വിഷമമുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഗോസ്റ്റ് ഐ എന്ന് പറയുന്നതാണ് അമിതാവ് ഘോഷിന്റെ എന്താണ് പുറത്തിറങ്ങിയ ഈ നോവലിന്റെ പേരെന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണോട്ടം നടക്കുന്നത് എവിടെയാണെന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഹൈഡ്രജൻ ട്രെയിൻ. ഇതിന്റെ ഹൈഡ്രജൻ എഞ്ചിൻ ആരാണ്? സ്പാനിഷ് കമ്പനിയാണ് അല്ലെ നിർമ്മിച്ചിരിക്കുന്നത്. സ്പാനിഷ് കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ പരീക്ഷണ ഓട്ടം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ജിങ് മുതൽ സോണിപത്ത് റൂട്ട് വരെയാണ്. ഹരിയാനയിലെ ജിങ് മുതൽ എവിടം വരെയാണ്? സോണിപത്ത് റൂട്ട് വരെയാണ് ഇന്ത്യയിലെ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം നടക്കുന്നത് എന്ന് ഓർത്തു വെച്ചേക്കണം. അടുത്തത്, 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. ആരൊക്കെയാണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്? അത് ഫ്രാൻസ് ആണ് അല്ലെ. ഫ്രാൻസ് ആണ്. ഓപ്ഷൻ സി ആണ്. ബാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഡ് വെച്ച് കണക്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? പാനില് ജപ്പാൻ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. ജപ്പാൻ. പാനില് ഇറ്റലി കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഇറ്റലി. പിന്നെ അതുപോലെ തന്നെ എന്താണ്? കാനഡ കണക്ട് ചെയ്യാൻ പറഞ്ഞു. എത്ര? ഫ്രണ്ട്സിന് കൊടുത്തു അല്ലെ. ഫ്രാൻസ് കണക്ട് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ കണക്ഷൻ വെച്ചത്? പാനിൽ ഇഡലി ഉണ്ടാക്കി ക്യാനിൽ വെച്ച് 7 ഫ്രണ്ട്സിന് കൊടുത്തു. എന്തായിരുന്നു നമ്മുടെ കോഡ്? പാനിൽ ഇഡലി ഉണ്ടാക്കി ജപ്പാൻ ഓർത്തു വെക്കണം. എന്തുണ്ടാക്കി? ഇഡലി ഉണ്ടാക്കി ഇറ്റലി ഓർത്തു വെക്കണം. കാനിൽ വെച്ച് കാനഡ ഓർത്തു വെക്കണം. എത്ര ഫ്രണ്ട്സിന്? 7 ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പൊ G7 ഓർത്തു വെക്കണം, ഫ്രാൻസ് ഓർത്തു വെക്കണം. ദേ ഇവിടെ നോക്കിക്കോ, 2022 ജപ്പാൻ ഹിരോഷിമയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്ത്? G7 ഉച്ചകോടി. 2023 കേട്ടോ. 2023 ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചാണ് G7 ഉച്ചകോടി നടന്നത്. 2024 ഇറ്റലിയിൽ വെച്ചാണ്. 2025 G7 ഉച്ചകോടി കാനഡയിൽ വെച്ചാണ്, കനാനാസ്കിസിൽ വെച്ചാണ്. ഇനി ഫ്രാൻസിൽ വെച്ച് 2026 G7 ഉച്ചകോടി നടക്കുന്നു. എന്തായിരുന്നു നമ്മുടെ കോഡ്? പാനില് ഇഡലി ഉണ്ടാക്കി ക്യാനിൽ വെച്ച് 7 ഫ്രണ്ട്സിന് കൊടുത്തു. ജപ്പാൻ 2023 G7 ഉച്ചകോടി. 2024 G7 ഉച്ചകോടി ഇറ്റലി. അതുപോലെ തന്നെ 2025 G7 ഉച്ചകോടി കാനഡ. ക്യാനിൽ വെച്ച് കാനഡ 7 ഫ്രണ്ട്സിന് കൊടുത്തു. G7 ഉച്ചകോടി 2026 ഫ്രാൻസ്. ഓർത്തു വെച്ച് പഠിക്കാലോ. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. 2026 IPL ക്രിക്കറ്റ് സംരക്ഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2026 IPL ക്രിക്കറ്റ് സംരക്ഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത് അത് ബംഗ്ലാദേശ് ആണ്. എന്തുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തി? ഇന്ത്യയുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു തീരുമാനത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ഇതിന്റെ എന്താണ് നമ്മുടെ സംരക്ഷണം വിലക്കിയിട്ടുള്ളത്. നമ്മുടെ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെയുള്ള സംരക്ഷണം എന്താണ്? ബംഗ്ലാദേശ് വിലക്കിയിരിക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ ആ തീരുമാനം എന്ന് പറയുന്നത്? ബംഗ്ലാദേശിന്റെ പേസ് ബൗളർ ആയിട്ടുള്ള മുസ്തഫിസുർ റഹ്മാൻ. അപ്പോ നമ്മുടെ എന്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിന് എടുത്ത വ്യക്തിയാണ് മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറയുന്നത്. ആ മുസ്തഫിസുർ റഹ്മാന് വിലക്ക് ഏർപ്പെടുത്തിയ IPL നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ തീരുമാനത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് എന്ത് പറഞ്ഞിരിക്കുന്നത്? IPL സംരക്ഷണം അവിടെയുള്ള ടെലിവിഷനും സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് നിരോധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടെലിവിഷൻ സംരക്ഷണം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ തീരുമാനത്തിന് പിന്നാലെയാണ് അല്ലെ. മുസ്തഫിസുർ റഹ്മാന് ഇന്ത്യ IPL നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് സംരക്ഷണത്തിനും എന്താണ് ആ ഒരു IPL എന്താണ് സംരക്ഷണത്തിനും IPL ബ്രോഡ്കാസ്റ്റിനും എന്ത് ഏർപ്പെടുത്തിയത്? വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അടുത്തതിലേക്ക് പോകാൻ നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ മെത്തനോൾ ഇന്ധനമാക്കി മാറ്റുന്ന ഫോട്ടോ കാറ്റലിറ്റിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് എവിടെയാണെന്നാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ് മെത്തനോൾ ഇന്ധനമാക്കി മാറ്റുന്ന ഫോട്ടോ കാറ്റലിറ്റിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. ഓപ്ഷൻ
C ആണ് കേട്ടോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. IIT ഗുവാഹത്തി ആണ്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റിന്റെ ഭാഗമായി ആദ്യ പർവ്വത തുരങ്കം എവിടെയാണ് വരുന്നത്? അത് പാൽക്കറിലാണ് അല്ലെ. പാൽക്കറിലാണ് എന്ത് വരുന്നത്? പർവ്വത തുരങ്കം വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വരികയാണെന്ന് നമ്മൾ പറഞ്ഞു. 2027 ഓഗസ്റ്റ് 15 അടുത്ത വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് എന്ത് വരും? ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അത് ആദ്യം എവിടെയാണ് പരീക്ഷണോട്ടം നടക്കാൻ പോകുന്നത്? മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മുംബൈ അഹമ്മദാബാദ് ആണ് ആദ്യം അത് പരീക്ഷണോട്ടം നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പർവ്വത തുരങ്കം നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പൊ ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് പർവ്വത തുരങ്കം നിർമ്മിക്കുന്നത്. അപ്പൊ പർവ്വതം എങ്ങനെയാണ്? കല്ലിടിച്ചു പൊളിച്ചാണ് നമ്മൾ പർവ്വത തുരങ്കം ഉണ്ടാക്കുന്നത്. അതുവഴി ഒരു പാലമിട്ടാണ്. പാൽക്കർ ഓർത്തു വെക്കണം. എവിടെയാണ്? പാൽക്കറിലാണെന്ന് ഓർത്തു വെക്കണം. എന്നാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത്? 2027 ഓഗസ്റ്റ് 15 വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു വേണ്ടി ഇന്ത്യയെ സഹായിക്കുന്നത് ആരാണ്? അത് ജപ്പാനാണ് സഹായിക്കുന്നതെന്നും ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നമുക്ക് 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രമുഖ മലയാളി അത്ലറ്റിക് താരമാണ് ജിൻസൺ ജോൺസൺ എന്ന് പറയുന്നത്. ആരാണ്? ജിൻസൺ ജോൺസൺ എന്ന് പറയുന്നത് 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി അത്ലറ്റിക് താരമാണ് ആര്? നമ്മുടെ ജിൻസൺ ജോൺസൺ എന്ന് പറയുന്നത് മറന്നു പോകരുത്. ജിൻസൺ ജോൺസൺ എന്താണ്? ഏഷ്യൻ ഗെയിംസില് സ്വർണ്ണ മെഡൽ ജേതാവാണ്. അതുപോലെ തന്നെ എന്ത് ലഭിച്ചിട്ടുണ്ട്? 2018 അർജുന അവാർഡ് ലഭിച്ച വ്യക്തി കൂടിയാണ് ജിൻസൺ ജോൺസൺ എന്ന് പറയുന്നത്. 2026 ജാനുവരിയിൽ ജിൻസൺ ജോൺസൺ എന്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്? മലയാളി അത്ലറ്റിക് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുകൂടി പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തിടെ ഇന്ത്യ സൈന്യം സ്ഥാപിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേരാണ് റേഡിയോ സംഘം എന്ന് പറയുന്നത്. നമ്മൾ തെറ്റിച്ച് തരംഗം എന്നൊക്കെ പഠിച്ചു വെച്ചതാണ്, മാറ്റി പഠിച്ചോളുക. അടുത്തിടെ ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേരെന്താണ്? റേഡിയോ സംഘം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേരാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ സൈന്യം എന്താണ്? ഒരു സംഘമാണ് അല്ലെ. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ഒരു സംഘമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേരാണ് റേഡിയോ സംഘം എന്ന് പറയുന്നത്. അതിർത്തിയിലാണ് കേട്ടോ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്തത് വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയിട്ടുള്ള താരമാണ് ആരെന്ന് പറയുന്നത്? വിഷ്ണു വിനോദ് എന്ന് പറയുന്നത്. അപ്പൊ വീണടം വിഷ്ണു ലോകം ഓർത്തു വെച്ചേക്ക, വിഷ്ണു വിനോദ് കേട്ടോ. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? വിഷ്ണു വിനോദ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, സെറ്റാക്കി വെച്ച് പഠിച്ചോണം. അടുത്തത് 15ാമത് ഹരിവരാസന പുരസ്കാരത്തിലേക്കാണ് നമ്മൾ വന്നത്. 15ാമത് ഹരിവരാസന പുരസ്കാരം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? അത് നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചിട്ടുള്ളത്. 15ാമത് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് നാദസ്വര വിദ്വാനായിട്ടുള്ള നമ്മുടെ ആരാണ്? തിരുവിഴ ജയശങ്കറിനാണ്. 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കറിനാണ്. തിരുവിഴ ജയശങ്കർ നാദസ്വര വിദ്വാനാണ്. 2025 ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? അത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? അത് വീരമണിദാസിനാണ്. ഇനി 2023 ഹരിവരാസന പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ്. എന്താ അല്ലേ, ഓർഡറിൽ അങ്ങ് പഠിച്ചു വായോ. 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കറിനാണ്. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 വീരമണിദാസ്, 2023 ശ്രീകുമാരൻ തമ്പി. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? കുമാരൻ പാട്ട് പാടി. അപ്പൊ ഹരിവരാസനം പാടും അല്ലെ. കുമാരൻ എന്ത് പാടും? ശ്രീകുമാർ. അപ്പം ശ്രീകുമാരൻ തമ്പി എന്താണ്? ഹരിവരാസനം പാടും അല്ലെ. കുമാരൻ ഹരിവരാസനം പാടും. ആർക്ക്? വീരമണി കണ്ഠന് വേണ്ടിയിട്ട്. 2024 ആർക്കാണ്? വീരമണിദാസിനാണ്. എന്തിനാണ്? ആമോദത്തോടെ നമ്പൂതിരിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അത് കഴിഞ്ഞ് എന്തിനെ കണക്ട് ചെയ്യണം? നമ്പൂതിരിക്കുള്ള തിരുവഴിപാടാണ്
വഴിപാടാണെന്ന് കൂടി ഓർത്തു വെച്ചേച്ചാ മതി. നമ്പൂതിരിക്കുള്ള എന്താണ്? തിരുവഴിപാടാണ് ഈ ഒരു ഹരിവരാസനം എന്ന് പറയുന്നത്. അപ്പൊ കുമാരൻ ഹരിവരാസനം പാടും ആർക്ക് വേണ്ടിയിട്ട്? വീരമണികണ്ഠന് വേണ്ടിയിട്ട്. ഇത് നമ്പൂതിരിയുടെ ആമോദത്തിലേക്കായിരിക്കും. നമ്പൂതിരിക്ക് ആമോദമുണ്ടാക്കാൻ, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ആമോദമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് തിരുവായിട്ടുള്ള തിരു വഴിപാടാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്ക്. അതെന്ന് പറയുന്നത് ഒരു തിരുവഴിപാടാണ്. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ്. തിരുവിഴ ജയശങ്കരനാണ് 2026 ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കണക്ഷൻ കോഡ് വേണ്ടവർ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക്. 2023, 24, 25, 26 ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ജവഹർലാൽ നെഹ്റു നാഷണൽ ലീഗൽ ആൻഡ് സോഷ്യൽ ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു നാഷണൽ പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സതീഷിന് BD ഇല്ലെങ്കിൽ എന്ത് മതി? ജവാൻ മതി എന്ന് പറഞ്ഞല്ലേ. ജവഹർലാൽ നെഹ്റു നാഷണൽ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ പ്രതിപക്ഷ നേതാവ് ആരാണ്? BD ഇല്ലെങ്കിൽ സതീഷിന് ജവാൻ മതി. BD സതീശനാണ്. ഓർത്തു വെച്ചേക്കണം ആരാണ്? BD സതീശനാണ്. അടുത്തതിലേക്ക് വരാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രത്തിന് പ്രധാനം എന്താണ്? മലിനീകരണം ഇല്ലാതിരിക്കലാണ് സമുദ്രത്തിന് പ്രധാനം എന്ന് പറയുന്നത്. സമുദ്രപ്രതാപാണ് അല്ലെ. എന്താണ്? സമുദ്രപ്രതാപാണ്. സമുദ്രത്തിന് പ്രധാനം മലിനീകരണം ഇല്ലാതിരിക്കുന്നതാണ് എന്ന് ഓർത്തു വെച്ചേക്കണം. അടുത്തത് പണിയാർ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റിട്ടുള്ളത് ആരാണ്? അനുശ്രീ സുരേഷ് ആണ് അല്ലെ. ആരാണ്? അനുശ്രീ സുരേഷ് ആണ് പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ അത് അനുശ്രീ സുരേഷ് ആണ്. അടുത്തതിലേക്ക് വന്നാൽ പുതുവത്സര വേളയിൽ ദേശീയ തലസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി ഡൽഹി പോലീസ് നടത്തിയ പരിശോധനാ ദൗത്യമാണ് ഓപ്പറേഷൻ ആഘാത് 3.0 എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ആഘാത് 3.0 എന്ന് പറയുന്നത് പുതുവത്സര വേളയിൽ ദേശീയ തലസ്ഥാനത്ത് എന്താണ്? ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി ഡൽഹി പോലീസ് നടത്തിയ പരിശോധനാ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ ആഘാത് 3.0 എന്ന് പറയുന്നതാണ്. എന്താണ്? ഓപ്പറേഷൻ ആഘാത് 3.0 എന്ന് പറയുന്നതാണ്. അപ്പം പുതുവത്സര വേളയിൽ ആഘാതം എന്താണ്? തലസ്ഥാനത്തുള്ള ആഘാതമൊക്കെ 2 തീരത്തില്ല. ആഘാതം ഒരു 3 വരെ കടക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പറേഷൻ ആഘാത് 3.0 എന്ന് പറയുന്നതാണ്. അടുത്തതിലേക്ക് വരാൻ നമുക്ക് 2025 ഫിഡെ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാവായത് കസാക്കിസ്ഥാനെ താരമായിട്ടുള്ള ബിബിസാറ അസൗബയേവയാണ് അല്ലെ. ഒരു സാറാണ് ജയിച്ചിട്ടുള്ളത്. 2025 ഫിഡെ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിലെ ജേതാവായ കസാക്കിസ്ഥാന്റെ താരമാണ് ആരെന്ന് പറയുന്നത്? ബിബിസാറ അസൗബയേവ എന്ന് പറയുന്നത് ഒരു സാറാണ്. കസാക്കിസ്ഥാന്റെ ഒരു സാറാണ് എന്താണ് ജയിച്ചിട്ടുള്ളത് ഫിഡെ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ. ഇനി പരാജയപ്പെട്ടത്, ഒരു ചുക്കും കിട്ടാതെ പോയത് ആരാണ്? ഒരു ചുക്കും കിട്ടാതെ ഉറക്കെ കരഞ്ഞത് ആരാണ്? ഉക്രൈൻ താരമായിട്ടുള്ള അന്ന ചുക്കിനാണ് ഒരു ചുക്കും കിട്ടാതെ പോയത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബിബിസാറ അസൗബയേവയാണ്. ഒരു ചുക്കും കിട്ടാതെ പോയ, പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഒരു ചുക്കും കിട്ടാതെ പോയത് അന്ന മുസീചുക്ക്, ഉക്രൈന്റെ താരമാണ്. ഒരു ചുക്കും കിട്ടാത്തത് കൊണ്ട് ഉറക്കെ കരഞ്ഞു എന്ന് നമ്മൾ കോഡ് പറഞ്ഞു. അപ്പൊ അന്ന മുസീചുക്ക് എന്ന് പറയുന്നത് ഉക്രൈന്റെ താരമാണ് കേട്ടോ. ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓർത്തു വെച്ചേക്കണം. വനിതാ വിഭാഗ ജേതാവ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വരാൻ നമുക്ക് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ചേരിരഹിത നഗരമായി ഒരുങ്ങുന്നത് എവിടെയാണ്? ചേരിരഹിതമായി കഴിഞ്ഞാൽ ചേരി ഒന്നും ആ നഗരത്തിൽ ഇല്ലെങ്കിൽ സുന്ദരമായിരിക്കും അല്ലെ കാണാൻ. എവിടെയാണ്? സൂറത്താണെന്ന് നമ്മൾ പഠിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ചേരിരഹിത നഗരമാകാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൂറത്താണ് സുന്ദരമായിട്ടുള്ള നഗരമാകാൻ ഒരുങ്ങുന്നത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക് കുടുംബശ്രീയുടെ ചിക്കൻ സ്നാക്കുകൾ ലഭ്യമാക്കുന്ന സേവനങ്ങൾ സ്നാക്ക് ബാർ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വട്ടിയൂർക്കാവാണ്. നമ്മൾ പറഞ്ഞു ആ ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചട്ടി വടിച്ചെടുക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ചട്ടി അങ്ങ് വടിച്ചെടുക്കും. കുടുംബശ്രീയുടെ ചിക്കൻ സ്നാക്കുകൾ ലഭ്യമാക്കുന്ന സേവനങ്ങൾ സ്നാക്ക് ബാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? വട്ടിയൂർക്കാവാണ്. ഓർത്തു വെച്ചേക്കണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക് കിടപ്പു രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച K4 കെയർ പദ്ധതിക്ക് പുറമെ കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹിക
അധിഷ്ഠിത പരിചരണ സേവകരുടെ സേന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ പേരാണ് സാന്ത്വന മിത്രം എന്ന് പറയുന്നത്. കിടപ്പു രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച K4 കെയർ എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാവുന്നതാണ്. ഈ K4 കെയർ പദ്ധതിക്ക് പുറമെ കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേനയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആ സേനയുടെ പേരെന്താണ്? സാന്ത്വന മിത്രം എന്ന് പറയുന്നതാണ്. സാന്ത്വന മിത്ര എന്ന് പറയുന്നതാണ് കേട്ടോ. എന്താണ് സാന്ത്വന മിത്ര? അവർക്ക് സാന്ത്വനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കുടുംബശ്രീയുടെ ചേച്ചിമാരൊക്കെ എന്താണ് കുടുംബശ്രീ അംഗങ്ങള് കുടുംബശ്രീയുടെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ സേനകള് സാന്ത്വനം കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഓർത്താൽ മതി. സാന്ത്വന മിത്ര എന്ന് പറയുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തിടെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് BYD ആണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് പറയുന്നത് പോലെ എലോൺ മസ്കിന്റെ ടെസ്ലയെ മറികടന്നുകൊണ്ട് ഒരു ചൈനീസ് കമ്പനിയാണ് BYD എന്ന് പറയുന്നത്. ചൈനീസ് കമ്പനിയാണ് കേട്ടോ. ചൈനീസ് കമ്പനി എലോൺ മസ്കിന്റെ ടെസ്ലയെ വെട്ടിക്കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. BYD എന്ന് പറയുന്നതാണ്. വെട്ടി എന്താണ്? ടെസ്ലയെ വെട്ടിക്കൊണ്ട് അടുത്തിടെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ എന്താണ് ആദ്യമായി ടെസ്ലയെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് BYD എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. ഇനി ഡൽഹി പോലീസ് കാണാതായവരെ കണ്ടെത്തുന്നതിനായി നടക്കുന്ന ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മിലാപ്പ് എന്ന് പറയുന്നത്. തപ്പി നോക്കുമായിരിക്കും അല്ലെ. ഡൽഹി പോലീസ് കാണാതായവരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? തപ്പി നോക്കൂ. എല്ലായിടത്തും തപ്പി നോക്കൂ അല്ലെ. ആരൊക്കെ കാണാതായിട്ടുണ്ട് അവരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എല്ലായിടത്തും അങ്ങ് പോയി തപ്പി നോക്കും എന്നോർത്താൽ മതി. ഓപ്പറേഷൻ മിലാപ്പ് എന്ന് പറയുന്നതാണ് ഡൽഹി പോലീസ് കാണാതായവരെ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷന്റെ പേരെന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിലെ ഗ്രാമം ഏതാണെന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും അറ്റത്തുള്ള ആ ഗ്രാമത്തിന്റെ പേര്, കിഴക്കേ അറ്റത്തുള്ള ആ ഗ്രാമത്തിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ജാനുവരി 1 പുതുവർഷത്തിൽ ആദ്യത്തെ സൂര്യൻ ഉദിച്ചുയർന്ന് ഇന്ത്യയിലെ ആളുകൾ ആദ്യമായിട്ട് സൂര്യനെ കാണുന്നത് ആ ഗ്രാമത്തിലുള്ള ആളുകളാണ്. ഡോങ് എന്ന് പറയുന്നതാണ് അല്ലെ. ഡോങ് എന്ന് പറയുന്നതാണ് ആ ഒരു ഗ്രാമത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇനി അടുത്തത് മാലിന്യം കലർന്ന വെള്ളം കുടിക്കുന്നത് മൂലം 15ലേറെ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ള മധ്യപ്രദേശിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇൻഡോർ ആണ്. നമ്മൾ ഒരുപാട് വൃത്തിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത്, നല്ല ശുചിത്വ നഗരങ്ങളെയൊക്കെ പഠിക്കാൻ നേരത്ത് എപ്പോഴും നമ്മൾ കോഡ് വെച്ച് എപ്പോഴും പഠിക്കുന്നതാണ്. നമ്മുടെ ഇൻഡോർ എപ്പോഴും ക്ലീൻ ആക്കിയിടണം എന്ന് കോഡ് വെച്ച് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പൊ ഇൻഡോർ എപ്പോഴും ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കാറുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എന്താണ് വേദനയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നാണക്കേടായിട്ടുള്ള ഒരു കാര്യം വന്നിരിക്കുകയാണ്. ഇൻഡോറിന് മാലിന്യം കലർന്ന വെള്ളം കുടിച്ചത് മൂലം 15ലേറെ പേർക്ക് ജീവൻ നഷ്ടമായ മധ്യപ്രദേശിലെ നഗരം കൂടിയായി ഇൻഡോർ മാറിയിരിക്കുകയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ഇൻഡോർ ആണ് മരണപ്പെട്ടു അവർ കേട്ടോ. ജീവൻ നഷ്ടപ്പെട്ടു അവർക്ക് ആ വെള്ളം കുടിച്ചതിന്റെ പേരില്. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി പ്രസ്താവന വരെ ഡിജിറ്റൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി ഏതാണെന്ന്, അതായത് ഫുള്ള് ഡിജിറ്റൽ ആക്കി കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി വരുന്നത് വരെ സമ്പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ആക്കി കടലാസ് രഹിതമാക്കിയ ആ ഒരു കോടതി ഏതാണെന്ന് കൽപ്പറ്റ കോടതിയാണ് കേട്ടോ. ഏതാണ്? കൽപ്പറ്റ കോടതിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? കൽപ്പറ്റ കോടതിയാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ 19ാമത് കഥകളി ഫെസ്റ്റിന് വേദിയാവുന്നത് എവിടെയാണ്? 19ാമത് കഥകളി ഫെസ്റ്റിന് വേദിയാവുന്നത് പമ്പയുടെ തീരത്താണ്. പമ്പയുടെ തീരം ചെറുകോൽ പുഴ അല്ലെ. ചെറുകോൽ പുഴയാണ് എന്തിന് വേദിയാകുന്നത്? നമ്മുടെ 19ാമത് കഥകളി ഫെസ്റ്റിന് വേദിയാകുന്നത് പമ്പയുടെ തീരത്ത് ചെറുകോൽ പുഴയാണ്. ഇനി ഇന്ത്യ S-500 പ്രൊമിത്തൂസ് അതുപോലെ തന്നെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഏതു രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ S-400 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരെ ഓർമ്മ വരും? റഷ്യൻ ഓർമ്മ വരും. അപ്പൊ S-500 എന്ന് കേൾക്കുമ്പോഴും ആരെ ഓർമ്മ വരണം? റഷ്യ ഓർമ്മ വരണം. S-500 പ്രൊമിത്തൂസ് ആധുനിക വ്യോമ പ്രതിരോധ മിസൈൽ വാങ്ങുന്നത് എവിടെ നിന്നാണ്? സംവിധാനം വാങ്ങുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്. ഓർത്ത് വെച്ചേക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കോപ്പുകൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എന്താണ്? എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു കവചം തീർക്കുകയാണ് അല്ലെ. മറ്റു
രാജ്യങ്ങളൊക്കെ കണ്ടാൽ പേടിക്കണം, ഇന്ത്യയെ തൊടാൻ എന്താണ് ഭയക്കണം. ഇന്ത്യ പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണെന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെ, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 2026 ജാനുവരിയിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായി നിയമിതനായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സ്വാർത്ഥ് മാരിൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സ്വാർത്ഥ് മാരിൻ ആണ് 2026 ജാനുവരിയിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക്. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് INSV കൗഡിന്യ എന്ന തുന്നിയെടുത്ത കപ്പൽ, നാവികസേനയുടെ എങ്ങനെയാണ് തുന്നിയെടുത്ത കപ്പൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണെന്നുള്ളതാണ്. അത് ബാബു ശങ്കരനാണ്. ആരാണ്? ബാബു ശങ്കരനാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ചുള്ള ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INSV കൗഡിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആരാണ് ആ മലയാളി ശില്പി? ബാബു ശങ്കരനാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആരാണ്? ബാബു ശങ്കരനാണ്. അടുത്തത് നമ്മൾ വരുന്നത് ഉദയ് എന്ന് പറയുന്ന ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നത്തിലേക്കാണ് വരുന്നത്. ഉദയ് എന്ന് പറയുന്നത് എന്താണ്? UI. ഉദയ് എന്ന് പറയുന്നത് നമ്മുടെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഉദയ് എന്ന് പറയുന്നത്. UIDIA അല്ലെ, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യയുമാണ് ഉദയ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗ്യ ചിഹ്നം പുറത്തു വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം വന്നിരിക്കുകയാണ്. ഉദയ് എന്ന് പറയുന്ന ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം വന്നിരിക്കുകയാണ്. ഉദയ് എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ആണ് അല്ലെ ഉദയ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഉദയ് എന്ന് പറയുന്ന ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ആ ഔദ്യോഗിക ചിഹ്നം, ഇതാണ് ആ ചിഹ്നം എന്ന് പറയുന്നത്. ഈ ചിഹ്നം നിർമ്മിച്ചത് ആരാണെന്നറിയോ? ഈ ചിഹ്നം നിർമ്മിച്ചിട്ടുള്ളത് തൃശൂർ സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുലാണ് ഈ ചിഹ്നം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു മലയാളിയാണ്, മലയാളിക്ക് അഭിമാനമാണ്. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതാണ് ഈ ചിഹ്നം എന്ന് പറയുന്നത്, ഉദയ് എന്ന് പറയുന്നതാണ്. അപ്പോ ഉദയ് എന്ന് പറയുന്ന ഈ ചിഹ്നം പുറത്തിറക്കിയിട്ടുള്ളത് ആരാണ്? ഈ ചിഹ്നം രൂപീകരിച്ചിട്ടുള്ളത് അരുൺ ഗോകുൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. തൃശ്ശൂരുകാരനാണ്, മലയാളിയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഉദയ് ആണ്. നിൽക്കുന്ന ഉദയ്. ഇവിടെ ചോദ്യം വരുന്നത് എന്താണ്? ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം രൂപീകരിച്ച അല്ലെങ്കിൽ ചിഹ്നം രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിഹ്നം ചെയ്ത ഡിസൈൻ ചെയ്ത മലയാളി ആരാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ മലയാളി എന്ന് പറയുന്നത് അരുൺ ഗോകുൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. അരുൺ ഗോകുലാണ് ഈ ചിഹ്നം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അടുത്തതിലേക്ക് വന്നാൽ, രത്തൻ മഹൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കടുവകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. രത്തൻ മഹൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അത് നമ്മുടെ ഗുജറാത്തിലാണ്. എന്തുകൊണ്ട് നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിച്ചു? കാരണം ഗുജറാത്തിലെ കടുവകൾ ഇല്ലായിരുന്നു അല്ലെ. 33 വർഷത്തിന് ശേഷം ഗുജറാത്തിലേക്ക് ഈ ഒരു വന്യജീവി സങ്കേതത്തിൽ കടുവയെ കണ്ടെത്തിയിരിക്കുകയാണ്. സോ 33 വർഷങ്ങൾക്ക് ശേഷം എന്താണ്? ഗുജറാത്തിൽ കടുവ എത്തിയിരിക്കുകയാണ്. ഏത് വന്യജീവി സങ്കേതത്തിൽ? ഈ രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിലാണ് കേട്ടോ. രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിലാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. 33 വർഷത്തിന് ശേഷമാണ് ഗുജറാത്തിൽ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കടുവയുള്ള സംസ്ഥാനങ്ങളിൽ ഏതും ഉൾപ്പെട്ടിരിക്കുകയാണ്? ഗുജറാത്തും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് കടന്നു വരണം. ദേശീയ കടുവാ സംരക്ഷണ സമിതിയുടെ കണക്കുകൾ പ്രകാരം 2025 മരണപ്പെട്ട ആകെ കടുവകളുടെ എണ്ണം എത്രയാണ്? 166 കടുവകളാണ് ആകെ മരണപ്പെട്ട കടുവകൾ എന്ന് പറയുന്നത്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി സമിതിയുടെ കണക്കുകൾ പ്രകാരം 2025 മരണപ്പെട്ട ആകെ കടുവകളുടെ എണ്ണം എന്ന് പറയുന്നത് 166 കടുവകളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ആരുടെയാണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വരുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് വരുന്നത്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വരുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. 2025 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2025 മരണപ്പെട്ട കടുവകളുടെ എണ്ണം എത്രയാണ്? 166 വൻ വർധനവാണ് കടുവകളുടെ മരണത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കാം. ഈ സാഹചര്യത്തിൽ നമുക്ക് ടൈഗർ റിസർവിനെ കുറിച്ച് പഠിക്കണം അല്ലെ. നമ്മുടെ ചോദ്യങ്ങള് PSCയിൽ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ടൈഗർ റിസർവിനെ കുറിച്ച് ചോദിക്കും. അതിനായിട്ടുള്ള കോഡ് പിക്ചർ നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണെങ്കിലും ഒന്നുകൂടി നമ്മൾ പഠിക്കുകയാണ്. ഒരു ഗുരു ഇരുന്ന് തപസ് ചെയ്യുകയാണ് അല്ലെ. ഒരു ഗുരു ഇരുന്ന്
ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? തപസ് ചെയ്യുകയാണ്. അടുത്തൊരു കുറച്ച് പാനി വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിന്റെ അകത്ത് കുറച്ച് പാനി വെച്ചിട്ടുണ്ട്. അത് ചേക്കിൽ കയറി കക്കുന്നത് ആരാണ്? നമ്മുടെ കള്ളൻ മാധവനാണ്. അപ്പൊ ചേക്കില് കടുവയുണ്ടല്ലേ, നമ്മൾ പറയാറുണ്ട് മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേക്കില് കടുവയുണ്ട്. അപ്പൊ ടൈഗർ റിസർവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗുരു തപസ് ചെയ്യുന്നു, അടുത്ത് പാനി ഇരിപ്പുണ്ട്. പാനി കക്കാൻ ആര് വന്നിരിക്കുകയാണ്? ചേക്കിലെ മാധവൻ വന്നിരിക്കുകയാണ്. നമ്മുടെ മാധവൻ മീശ പിരിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോ ഇന്ത്യയിലെ 56ാമത് ടൈഗർ റിസർവ് ഗുരു തപസ് ചെയ്യുന്നു. എന്താണ്? ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ് ഛത്തീസ്ഗഡ് ആണ് അല്ലെ. താമോർ പിംഗ്ല ടൈഗർ റിസർവ്. ഗുരു ഘാസിദാസ്, ഗുരു എന്ത് ചെയ്യുന്നു? തപസ് ചെയ്യുന്നു. ഗുരുവും ഉണ്ട്, തപസിനെ കണക്ട് ചെയ്യാൻ താമോറും കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. അപ്പൊ ഗുരു തപസ് ചെയ്യുന്നു. 56ാമത് ടൈഗർ റിസർവ് ഏതാണ്? ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ് ഛത്തീസ്ഗഡ്. ഇനി 57ാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? 57ാമത്തെ ടൈഗർ റിസർവ് ഗുരുവിന്റെ അടുത്ത് എന്തുണ്ട്? പാനിയുണ്ട്. ഗുരുവിന്റെ അടുത്ത് പാനി ഇരിപ്പുണ്ട്. രഥപാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. 57ാമത്തെ ടൈഗർ റിസർവ് രഥപാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. കക്കാൻ ആര് വന്നു? രാജ്യത്തെ 58ാമത്തെ ടൈഗർ റിസർവ്. കടുവാ സങ്കേതം ഏതാണ്? കടുവാ സങ്കേതം എന്ന് പറയുന്നത് 58ാമത്തെയാണ്. കക്കാൻ ആര് വന്നു? പാനി കക്കാൻ വേണ്ടി നമ്മുടെ കള്ളൻ മാധവൻ വന്നിരിക്കുകയാണ്. മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശ് ആണ് അല്ലെ. മധ്യപ്രദേശ് ആണ് മാധവ് നാഷണൽ പാർക്ക് വരുന്നത്. മധ്യപ്രദേശിലാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പൊ 56ാമത്തെ ടൈഗർ റിസർവ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. 57ാമത്തെ ടൈഗർ റിസർവ് രഥപാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. 58ാമത്തെ കടുവാ സങ്കേതം മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശുമാണ്. ഓക്കെ, പഠിച്ചു വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് രത്തൻ ടാറ്റയ്ക്ക് ആദരം അർപ്പിച്ച് പുറത്തിറക്കിയ എയർ ഇന്ത്യൻ വിമാനം ഏതാണ്? രത്തൻ ടാറ്റയുടെ ഷോർട്ട് RNT എന്നാണ് പറയുന്നത്. രത്തൻ ടാറ്റയുടെ ഷോർട്ടായിട്ട് RNT എന്ന് പറയും. അപ്പൊ നമുക്ക് നിസ്സംശയം പറയാം ഓപ്ഷൻ ബി ആണ്. VTRNT എന്ന് പറയുന്നതാണ് അല്ലെ. VTRNT എന്ന് പറയുന്നതാണ് രത്തൻ ടാറ്റയ്ക്ക് ആദരം അർപ്പിച്ച് പുറത്തിറക്കിയ എയർ ഇന്ത്യ വിമാനം എന്ന് പറയുന്നത്. അടുത്തത് 2026 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചാലിശ്ശേരിയാണ് കേട്ടോ. ചാലിശ്ശേരിയാണ് 2026 ദേശീയ സരസ് മേളയുടെ വേദി എന്ന് പറയുന്നത്. എവിടെയാണ്? ചാലിശ്ശേരിയാണ്. ഇനി നാഷണൽ സ്പോർട്സ് ഗവേൺസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണെന്നറിയോ? അത് ജാനുവരി 1-ാം തീയതിയാണ്. 2026 ജാനുവരി 1-ാം തീയതിയാണ്. ഇവിടെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നാഷണൽ സ്പോർട്സ് ഗവേൺസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2026 ജാനുവരി 1-ാം തീയതിയാണ്. അടുത്തതിലേക്ക് വന്നാൽ UAE ഇനി മുതൽ പ്രായപൂർത്തിയാകുന്ന വയസ്സ് 21-ൽ നിന്ന് എത്രയാക്കി കുറച്ചാണ് പുതിയ നിയമം പാസ്സാക്കിയിരിക്കുന്നത്? UAE-ലാണ് നമ്മുടെ എന്താണ് പ്രായപൂർത്തിയാകുന്ന ഏജ് 21-ൽ നിന്ന് എത്രയാക്കിയിരിക്കുകയാണ്? 18 വയസ്സാക്കിയിരിക്കുകയാണ് അല്ലെ. 18 വയസ്സ് ആക്കിയിരിക്കുകയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി സാഹിത്യ കലാ സാംസ്കാരിക മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ്? അത് NS മാധവനാണ് കേട്ടോ. NS മാധവനാണ് അർഹനായിട്ടുള്ളത്. സാഹിത്യ കലാ സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായതാണ് ആരെന്ന് പറയുന്നത്? NS മാധവൻ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് സംസ്ഥാന ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനത്തിന്റെ വേദി ബോൾഗാട്ടി പാലസ്, കൊച്ചിയാണ്. ഒരു ബൗളിൽ എന്തിരിക്കുമെന്ന് പറഞ്ഞു? സ്പൈസസ് ഇരിക്കുമെന്ന് പറഞ്ഞല്ലേ. ഒരു ബൗളിൽ നിറച്ച് നമുക്ക് എന്ത് കൊണ്ടുവയ്ക്കും? സ്പൈസസ് കൊണ്ടുവയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞു. മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് സംസ്ഥാന ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനത്തിന്റെ വേദി എന്ന് പറയുന്നത് ബോൾഗാട്ടി പാലസ്, കൊച്ചിയാണെന്ന് ഓർത്തു വെച്ചേക്കണം. അടുത്തത് വിലാസിനി സ്മാരക സമിതിയുടെ നോവൽ പുരസ്കാരത്തിന് അർഹനായത് സലിൻ മാങ്കുഴിയാണ്. അപ്പൊ നമുക്ക് വിലാസം എങ്ങനെ പറയും? ഒരു മാവും ഉണ്ട്, ഒരു കുഴിയുണ്ട് ചേട്ടാ അവിടെ എന്ന് പറയും അല്ലെ. നമ്മള് കൊറിയറുകാർക്കൊക്കെ വിലാസം പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരു മാവും ഒരു കുഴിയുണ്ട് വിലാസം പറഞ്ഞത്. വിലാസിനി സ്മാരക സമിതി നോവൽ പുരസ്കാരത്തിന് അർഹനായത് സലിൻ മാങ്കുഴിയാണെന്ന് ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ കണ്ടെത്തി തകർക്കാൻ ഗുജറാത്ത് പോലീസ് ആരംഭിച്ച നടപടിയാണ് ഏതെന്ന്
ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് എന്ന് പറയുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര് എല്ലാ കാര്യങ്ങളും മ്യൂട്ട് ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ മ്യൂട്ട് ചെയ്ത് വെക്കും. ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്ത് പോലീസ് മ്യൂട്ട് ചെയ്ത് വെച്ച എല്ലാ സിസ്റ്റവും അങ്ങ് ഹണ്ട് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ഓപ്പറേഷനിൽ എല്ലാ മ്യൂട്ട് ചെയ്ത് വെച്ച സാധനങ്ങളും ഹണ്ട് ചെയ്യും എന്ന് ഓർത്താൽ മതി. ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. സൈബർ കുറ്റവാളികളെ ശൃംഖലകൾ കണ്ടെത്തി തകർക്കാൻ ഗുജറാത്ത് പോലീസ് ആരംഭിച്ച നടപടിയാണ് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് എന്ന് പറയുന്നത്. അടുത്തത് 2036 ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത്. 2036 കൂടിയാണ് കേട്ടോ ചന്ദ്രനിൽ ആണവ നിലയം, ചന്ദ്രനിലും അങ്ങ് ആണവ നിലയം നിർമ്മിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി ജാനുവരി 9 സ്ഥാനമേറ്റത് അല്ലെങ്കിൽ സ്ഥാനമേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ജാനുവരി 9 സ്ഥാനമേറ്റ് കഴിഞ്ഞു. ആരാണ്? സൗമൻ സെൻ എന്ന് പറയുന്നതാണ് അല്ലെ. ജസ്റ്റിസ് സൗമൻ സെൻ എന്ന് പറയുന്നതാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആരാണ് പുതിയ ചീഫ് ജസ്റ്റിസ്? കേരള ഹൈക്കോടതിയിൽ സൗമ്യനായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. സൗമൻ സെൻ എന്ന് പറയുന്നതാണ് കേട്ടോ. ജസ്റ്റിസ് സൗമൻ സെൻ എന്ന് പറയുന്നതാണ്. അടുത്തതിലേക്ക് വന്നാൽ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത്? സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂസ് 18 കേരളത്തിന്റെ മലയാളി ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച പ്രമുഖ സംരംഭകനും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ്. ആരാണ് ആ വ്യക്തി എന്ന് പറയുന്നത്? കെ മുരളീധരനാണ് അല്ലെ. കെ മുരളീധരനാണ്. കേരളത്തിൽ മുരളി ഊതാൻ അറിയുന്ന ഒരു വ്യക്തിക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? മാതൃകാ മലയാളി ഓഫ് ദി ഇയർ ആയിട്ട് ലഭിച്ചിട്ടുള്ളത് കേരളത്തിന്റെ കെ മുരളീധരനാണ് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് 18 കേരളത്തിന്റെ മലയാളി ഓഫ് ദി ഇയർ ആയിട്ട് മാതൃകാ മലയാളി അല്ലെ അവാർഡ് ലഭിച്ച പ്രമുഖ സംരംഭകനും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കെ മുരളീധരൻ എന്ന് പറയുന്നത്. അടുത്തത് 40 വർഷം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത മുങ്ങിക്കപ്പലാണ് ഏതെന്ന് പറയുന്നത്? INS സിന്ധുഘോഷ് എന്ന് പറയുന്നത്. ആഘോഷത്തോടുകൂടി ഇത്രയും വർഷം എന്താണ് നാവികസേനയിൽ 40 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയിൽ ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് ഇപ്പൊ ആഘോഷത്തോടെ വിരമിച്ചിരിക്കുകയാണ്. ഏതാണ്? INS സിന്ധുഘോഷ് എന്ന് പറയുന്നതാണ്. 40 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത മുങ്ങിക്കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? INS സിന്ധുഘോഷ് എന്ന് പറയുന്നതാണെന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2025 ഡിസംബറിൽ തായ്വാൻ കടൽ മേഖലയിൽ ചൈനീസ് ആയുധ സേന നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര്? ജസ്റ്റിസ് മിഷൻ 2025 ആണ് അല്ലെ. ജസ്റ്റിസ് മിഷൻ 2025 ആണ്. 2025 ഡിസംബറിൽ തായ്വാൻ കടൽ മേഖലയിൽ ചൈനീസ് ആയുധ സേന നടത്തിയ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ജസ്റ്റിസ് മിഷൻ 2025 എന്ന് പറയുന്നത്. അടുത്തത് വിവാഹിതരായ സ്ത്രീകളുടെ ഗർഭചിത്രത്തിന് ഭർത്താവിനെ സമ്മതം നിർബന്ധമില്ലെന്ന് സ്ത്രീകളുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവും നിർണായകമെന്ന് വിധിച്ച കോടതി ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. അപ്പൊ വിവാഹിതരായ സ്ത്രീകൾക്ക് ഗർഭചിത്രം നടത്താൻ ആരുടെ അനുവാദം വേണ്ട? ഭർത്താവിന്റെ അനുവാദം വേണ്ട. സ്ത്രീകളുടെ താല്പര്യം മാത്രം മതി എന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. പഞ്ചാബ് ഹൗസില് നമ്മുടെ ആ ഒരു ദിലീപിന് അവിടെ എന്താണ് വോയിസ് ഇല്ല. അതുപോലെ വോയിസ് ഇല്ല പുരുഷന്മാർക്ക് ഈ ഒരു കാര്യത്തിൽ എന്ന് ഓർത്തു വെച്ചാൽ മതി. സ്ത്രീകളാണ് തീരുമാനം എടുക്കേണ്ടത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ഇത് വിധിച്ചിട്ടുള്ളത്. പഞ്ചാബ് ഹൗസിലെ ആ ഊമയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ പൗരന്മാർക്ക് ക്ഷേമ പദ്ധതികളെ കുറിച്ച് സമഗ്ര വിവരങ്ങൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പോർട്ടലാണ് ഏതെന്ന് പറയുന്നത്? മേരി യോജന എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ പൗരന്മാർക്ക് ക്ഷേമ പദ്ധതികളെ കുറിച്ച്. അപ്പൊ പൗരന്മാർക്കുള്ള ക്ഷേമ പദ്ധതികളാണ്. അപ്പൊ നമുക്കുള്ളതാണ് അല്ലെ. എനിക്കുള്ള ക്ഷേമ പദ്ധതികളാണ്. അപ്പൊ എനിക്ക് എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയും? മേരി യോജന. എനിക്കുള്ള ക്ഷേമ പദ്ധതികളാണ്, എന്റെയാണ്, മേരായാണ് അല്ലെ. മേരാ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നതാണ്. അപ്പൊ മേരി യോജന എന്ന് പറയുന്നതാണ്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. മേരി യോജന എന്ന് പറയുന്നതാണ് ഉത്തരാഖണ്ഡിലെ പൗരന്മാർക്ക് ക്ഷേമ പദ്ധതികളെ കുറിച്ച് സമഗ്ര വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ആരംഭിച്ച പോർട്ടലാണ് എന്റെ യോജന, മേരി യോജന. ഓർത്തു വെച്ചേക്കണം കേട്ടോ.
ഓക്കെ, അടുത്തതിലേക്ക് വന്നാൽ രാജ്യത്തെ ആദ്യത്തെ വനം സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? വനം സർവകലാശാല ഗോരഖ്പൂരിലാണ്. അപ്പൊ വനം അത് സർവകലാശാലയായി മാറിക്കഴിഞ്ഞാൽ ഒരു ഘോര വനമായിട്ട് മാറും അല്ലെ. വനം, ഒരു വനം ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ഒരു അത്യാവശ്യം നല്ല എന്താണ് സ്പേസ് ഒന്നും കാണത്തില്ല. ഇനി വനം സർവകലാശാലയാണെങ്കിൽ ഒരുപാട് വനങ്ങൾ ഉണ്ടാകും, അവിടെ ഒരു ഘോര വനമായിട്ട് മാറും എന്ന് ഓർത്താൽ മതി. വനം സർവകലാശാലയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഘോര വനമാകും. ഗോരഖ്പൂർ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. കണക്ഷൻ കോഡാണ്, നിങ്ങൾക്ക് കോഡ് എന്താണ് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞ കണക്ഷൻ കോഡൊക്കെ കയറി വന്നാൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് നേരം അതാലോചിച്ച് സമയം കളയാതെ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കണക്ഷൻ കോഡുകളൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാഹിത്യ ശില്പശാല ആരെങ്ങനെ വേദിയാകുന്നത് എവിടെയാണ്? തെന്മലയാണ് അല്ലെ. തെന്മലയാണ് വേദിയാകുന്നത്, ഓർത്തു വെച്ചേക്ക. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാഹിത്യ ശില്പശാല. സാഹിത്യം എന്ന് പറയുന്നത് തേന് പോലെ മധുരമായതാണ്. തെന്മലയാണ് വേദിയാകുന്നത്, ഓർത്തു വെച്ചേക്കണം. 2025 ഇന്ത്യക്കാരുടെ പ്രിയ ഭക്ഷണം മുന്നിൽ വന്നത് ഏതാണ്? ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിയാണ് ഇന്ത്യക്കാരുടെ പ്രിയ ഭക്ഷണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 2025 ഇന്ത്യക്കാരുടെ പ്രിയ ഭക്ഷണം ഏതാണ്? ബിരിയാണി. രണ്ടാമതാണ് ബർഗർ ഉള്ളത് കേട്ടോ. രണ്ടാം സ്ഥാനത്താണ് ബർഗറിന് സ്ഥാനം എന്ന് പറയുന്നത്. സോ അടുത്തതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത്? 2026 സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? വാരണാസിയിലാണ്. വോളിയം, നമ്മളെ സൗണ്ട് എന്താണ്? വോളിയത്തിൽ വരണം അല്ലെ. വോളിയത്തിൽ വരണം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വോളിയത്തിൽ വരണം. വാരണാസി അല്ലെ. വാരണാസി അല്ലെങ്കിൽ ഉത്തരം വോളിയത്തിൽ വരണം. അതായിരുന്നു നമ്മുടെ കോഡ്. ഉത്തരം പറയുമ്പോഴെങ്ങനെയാണ്? വോളിയത്തിൽ വരണമെങ്കിലേ കേൾക്കത്തുള്ളൂ. വോളിയത്തിൽ വരണം. വാരണാസി. ഉത്തരം പറയുമ്പോ ഉത്തരം ഉത്തർപ്രദേശ്. ഓർത്ത് വെച്ചേക്കണം. വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് വാരണാസി, ഉത്തർപ്രദേശ് ആണ്. ഇനി 2026 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? 2026 ന്യൂ ഇയർ ആണ് അല്ലെ. ഈ ന്യൂ ഇയറില് നല്ല വോളിയത്തില് കേരള ടീമിനെ നയിക്കാൻ ഒരു ന്യൂ ശ്രീ വരികയാണ്. ആരുടെ പേരാണ് നമ്മൾ പഠിച്ചത്? KP അനുശ്രീ. ന്യൂ ശ്രീ അനുശ്രീ വരികയാണെന്ന് നമ്മൾ പഠിച്ചല്ലേ. കേരള വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? KP അനുശ്രീ ആണ്. ഇനി കേരള പുരുഷ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് TR സേതു ആണ് കേട്ടോ. TR സേതു ആണ് കേരള പുരുഷ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം. എവിടെയാണ് വേദിയാകുന്നത്? 2026 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് വാരണാസി, ഉത്തർപ്രദേശ് ആണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമ്മുടെ വീക്കിലി സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. നല്ല ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ലൈവ് നമുക്ക് പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ്, അതായത് നെറ്റ്വർക്ക് ഇഷ്യൂസിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് സ്റ്റുഡിയോ മാറിയിട്ടും ഇത് ശരിയാവുന്നില്ല. ഞാൻ മറ്റൊരു സ്റ്റുഡിയോയിലായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വന്നിട്ടാണ് ഇപ്പുറത്തോട്ട് മാറിയത്. ഇവിടെയും ഈ ഒരു സെയിം ഇഷ്യൂ ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. കാരണം നെറ്റ്വർക്കിന്റെ കണക്ഷൻ ഒക്കെ മാറ്റാൻ എന്താണ് പറഞ്ഞിട്ടുണ്ട്. ഇത് നെറ്റ്വർക്ക് കണക്ഷന്റെ പ്രോബ്ലം ആണ്. നമ്മൾ ഈ കണക്ഷൻ മാറ്റിയിട്ട് മറ്റൊരു കണക്ഷൻ എടുക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ലൈവ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വരും. ലൈവ് ഞാൻ എടുക്കും. അത് നടന്നില്ലെങ്കിൽ ലൈവ് ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് 10:30 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ, ഡെയിലി 10:30 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ലൈവിൽ എത്തും. ലൈവ് എങ്ങനെയാണെങ്കിലും ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ലൈവ് കംപ്ലീറ്റ് ചെയ്യും. ഇനി ലൈവ് പകുതിക്ക് വെച്ച് കട്ടായെങ്കിൽ അത് പ്രൈവറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ എല്ലാ ദിവസവും വരും കേട്ടോ. അതുകൊണ്ട് ലൈവിൽ നിങ്ങൾ എല്ലാ ദിവസവും പോരുക. ലൈവ് കട്ടായെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് എന്തായാലും റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ നെറ്റ്വർക്ക് ഒക്കെ ഒന്ന് ഓക്കെ ആകുന്നത് വരെ എന്താണ് ലൈവ് ഇടും. ലൈവ് നടന്നില്ലെങ്കിൽ റെക്കോർഡിലേക്ക് വരും കേട്ടോ. എന്തായാലും ഉടനെ തന്നെ എല്ലാം ഓക്കെ ആകും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്ത് ഒരു ദിവസം പോലും നിങ്ങൾ മടിപിടിച്ചിരിക്കരുത്, അല്ലെങ്കിൽ ലൈവിലെ കാണുകയുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത്. റെക്കോർഡെങ്കിലും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങളുടെ ഓരോ എക്സാമിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതും ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പോൾ ഓരോ എക്സാമിനും നിങ്ങൾക്ക് ഓരോ മാർക്കാണ്. എങ്ങനെയാണെന്ന് വെച്ചാലും നിങ്ങളെ ക്ലാസ് കാണണം കേട്ടോ. എങ്ങനെയാണെന്ന് നമ്മുടെ ക്ലാസ് ലൈവ് ആണെങ്കിലും
റെക്കോർഡ് ആണെങ്കിലും നിങ്ങളെ ക്ലാസ്സുകൾ കാണണം. ഇനി വരുന്ന എക്സാമിനൊക്കെ ഓരോ മാർക്കാണ്, നിങ്ങൾക്ക് മാർക്ക് മിസ്സാവരുത്. നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും എഴുതാൻ പറ്റിയിട്ട് നല്ല ഉഷാറായിട്ട് 2026 നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ, നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പോരണം. ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലിൽ നിന്ന് 1 വേ അറ്റാക്ക് ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കമന്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കോഡുകൾ രേഖപ്പെടുത്തുക. വളരെ രസകരമാണ് കമന്റ് ബോക്സിൽ വരുന്ന നിങ്ങളുടെ കോഡുകളൊക്കെ. എല്ലാവരുടെയും കോഡുകൾ ഞാൻ കാണാറുണ്ട്. വളരെ വളരെ രസകരമായിട്ടുള്ള കോഡുകളാണ്. അപ്പൊ റെക്കോർഡ് കാണുന്നവർക്കും എല്ലാവർക്കും, ലൈവിൽ എത്തുന്നവർക്കും റെക്കോർഡ് കാണുന്നവർക്കും എല്ലാവർക്കും എന്താണ് അത് വായിക്കാനും അതുപോലെ തന്നെ ആ കോഡുകൾ കണക്ട് ചെയ്യാനും. എക്സാം ഹോളിൽ കോഡുകൾ കണക്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ചെറിയ കോഡും കണക്ഷനും ഒക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ നമ്മുടെ മെമ്മറിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നോളും. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് കോഡുകളൊക്കെ മൈൻഡിലേക്ക് വരും. ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ല, നാളെ നമ്മുടെ ഫെബ്രുവരി മാസത്തെ മന്ത്ലി റിവൈസ് ആണ്. 2025 ഫെബ്രുവരി മാസത്തെ മന്ത്ലി റിവൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊരു വലിയ പ്ലേലിസ്റ്റ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ കടമ്പ എന്നോണം 2025 ജാനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നാളെ നമ്മൾ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഓരോ മന്തും അങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നാളെ എല്ലാവരും ലൈവിലേക്ക് പോരുക. 10:30 എന്നുള്ള സമയം ഉണ്ടെങ്കിൽ എല്ലാവരും ലൈവിലേക്ക് കൂടിക്കോളുക. ഇനി ലൈവ് നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ വിട്ടുകളയാൻ തയ്യാറല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഓൾ. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക.